പ്രിയമുള്ളവരെ, ലോകം മുഴുവനും പ്രകൃതിക്ഷോഭം കൊണ്ടും മഹാമാരി കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും കലങ്ങി മറിഞ്ഞ് ആയിരിക്കുന്ന ഈ പ്രത്യേക സമയത്ത്, ഈ സീസണിൽ കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക് മാത്രം ലഭിക്കുന്ന അനുഗ്രഹമായ ദൈവത്തിന്റെ വചനം 119 സങ്കീർത്തനം 105 വാക്യം, 2 പത്രോസ് 1, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്കാണ് ദൈവത്തിന്റെ വചനം. നല്ല ശതമാനം ആളുകളും ഇന്ന് ലോകത്തിൽ അനിശ്ചിതാവസ്ഥ നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത്. ലോകത്തിൽ എന്ത് ഭവിക്കുന്നു, നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു, അതുപോലെ യൗവന തലമുറയിൽ ധാരാളം ആളുകളും ധാരാളം കുഞ്ഞുങ്ങളും അവരുടെ ഭാവിയെപ്പറ്റി വളരെ ആശങ്കയിലാണ്. ഈ സമയം, ഇരുണ്ട സമയത്ത് നമുക്ക് ദൈവത്തിന്റെ പ്രകാശം, വെളിച്ചം, മുന്നോട്ട് പോവാൻ എന്താണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി ആഴത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിച്ചം തരുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ സെഷനുകളിൽ നമ്മൾ ധ്യാനിക്കുന്നത് ഈ തലമുറയ്ക്കുള്ള ഒരു ദൈവിക സന്ദേശമാണ്. ദ ബിൽഡിംഗ് വർക്ക് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഭവന നിർമ്മാണം. അതിന്റെ 6ാം സെഷനിലേക്ക് ദൈവത്തിന്റെ കരുണയാൽ, കൃപയാൽ ജൂലൈ 26 തീയതി നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കുന്നു. ദൈവത്തിന്റെ ഭവനത്തിന്റെ നിർമ്മാണത്തിന്, അഥവാ ദൈവസഭയുടെ നിർമ്മാണത്തിന് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന കൃപാവരം നമുക്ക് കർത്താവ് തന്നിരിക്കുന്നത് പ്രവചനമാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ ധ്യാനിച്ചത്. 1 കൊരിന്ത്യർ 14 അധ്യായത്തിൽ കൃപാവരങ്ങളെ പറ്റി പറയുമ്പോൾ ദൈവസഭയുടെ കെട്ടുപണിക്ക് കർത്താവ് നമുക്ക് പ്രവചനം തന്നിരിക്കുന്നു. നമ്മൾ ഇന്ന് പ്രഭാതം ഒരുമിച്ച് അതിലേക്ക് പ്രവേശിക്കുകയാണ്. 1 കൊരിന്ത്യർ 14 അധ്യായം അതിന്റെ 4-ാം വാക്യം ഈ സമയം നമ്മൾ വായിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ധ്യാനിച്ചത് 2 വിധത്തിലുള്ള കെട്ടുപണി. ഒന്ന്, അന്യഭാഷയിൽ ഒരാൾ സംസാരിക്കുമ്പോൾ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. മീൻസ് നമുക്ക് ദൈവവുമായുള്ള ബന്ധം വർദ്ധിക്കുന്നു. പ്രാർത്ഥനയിൽ അന്യഭാഷയിൽ നമ്മൾ എത്രത്തോളം ദൈവസന്നിധിയിൽ സ്പെൻഡ് ചെയ്യുമോ അത്രത്തോളം ഒരാൾക്ക് ദൈവവുമായുള്ള ബന്ധത്തിന്റെ ആഴം വർദ്ധിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ആത്മീയർ അഥവാ ആത്മീയരാകുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ധാരാളം പേരും ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ദൈവവുമായുള്ള ബന്ധം വർദ്ധിക്കുവാൻ. അതാണ് ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ വിഷയം, ദൈവവുമായുള്ള ബന്ധം. എന്നാൽ അതിന് തത്തുല്യമായി ഒട്ടും കുറച്ചിട്ടല്ല മറ്റൊരു മേഖല കിടക്കുന്നു. അത് ആത്മലോകം ശ്രദ്ധിക്കാതെ പോയ ഒന്നാണ്. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചകൾ നിങ്ങളോട് പറഞ്ഞത്. ഇൻബാലൻസിങ്, ഒരു അസന്തുലിത ആത്മലോകത്തിൽ വന്നു. ദൈവമായുള്ള ബന്ധത്തിന്, എനിക്ക് ദൈവവുമായി നല്ല ബന്ധമുണ്ടെന്ന് ധാരാളം ആത്മീയരും പറയുന്നു. എന്നാൽ അതുപോലെ തന്നെ വേദപുസ്തകം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പ്രധാന കാര്യമാണ് ദൈവസഭയിൽ ദൈവം കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിന്റെ മക്കൾ തമ്മിൽ, സഹോദരി സഹോദരന്മാർ തമ്മിൽ ഉള്ള ബന്ധവും ദൈവവുമായുള്ള ബന്ധം വർദ്ധിക്കുന്നത് പോലെ തന്നെ ആ ബന്ധവും വർദ്ധിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇതാണ് ഈ തലമുറ ഗ്രഹിക്കേണ്ട ഏറ്റവും വലിയൊരു സത്യം. അവിടെ നമ്മൾ വായിച്ച വാക്യമാണ്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവവുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നു, എന്നാൽ പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു. തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വർദ്ധിക്കുന്നു. നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന ഈ വിശുദ്ധ ബൈബിൾ 2 ബന്ധങ്ങളെയാണ് ഈ വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. ഒന്ന്, ദൈവവുമായുള്ള ബന്ധം. 2, നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും തമ്മിലുള്ള ബന്ധം. ഈ ബന്ധത്തിലാണ് വേദപുസ്തകം നിൽക്കുന്നത്. അതിനാധാരമായ ഒരു വാക്യം ഈ പ്രഭാതം നമ്മൾ വായിക്കുകയാണ്. മത്തായി സുവിശേഷം 22-ാം അധ്യായം 36 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ നാം ആരാധിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു കർത്താവ് പറഞ്ഞ ദൈവബന്ധവും മനുഷ്യബന്ധവും കാണിക്കുന്ന ഏറ്റവും
വിലപ്പെട്ട തിരുവെഴുത്തുകളിൽ ഒന്നാണ് നാം ഈ പ്രഭാതം വായിക്കുന്നത്. ശ്രദ്ധിക്കുക. ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയതെന്ന് ചോദിച്ചു. യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് ഒരു പരീശൻ, ഒരു പുരോഹിതൻ ചോദിച്ച ഒരു വലിയ ചോദ്യമാണ്. ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പനയാണ് വലുത്? ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ നിയമ തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ ഏകദേശം 10 കൽപ്പനകൾ, എല്ലാവർക്കും അറിയാം 10 കൽപ്പനകൾ. എന്നാൽ 10 കൽപ്പനകൾ കൊണ്ട് ഒതുങ്ങുന്നതല്ല ന്യായപ്രമാണം. 10 കൽപ്പനകൾക്ക് ശേഷം ഏകദേശം 600-ൽ പരം കൽപ്പനകൾ വീണ്ടും പ്രമാണങ്ങളെ വീണ്ടും നമുക്ക് കാണാം. തീർന്നില്ല. ചട്ടങ്ങളും വിധികളും എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂസ് ആൻഡ് ഓർഡിനൻസസ്, വിധികൾ, ചട്ടങ്ങൾ, പ്രമാണങ്ങൾ എന്ന് പറയുന്ന 1400-ൽ പരം പ്രമാണങ്ങളെ വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ 600-ൽ പരം കൽപ്പനകളും 1400-ൽ പരം ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് പഴയ നിയമ ന്യായപ്രമാണം, പഴയ നിയമ പുസ്തകം. അവിടെ നിന്നാണ് അദ്ദേഹം ചോദിച്ചത്, ഇത്രയും കൽപ്പനകൾക്കകത്ത് ഏറ്റവും വലുത് ഏതാണ്? യേശു അതിന് കൊടുക്കുന്ന മറുപടി നമുക്ക് ദൈവസഭയ്ക്കുള്ള ഉത്തരമാണ്. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, യു ഷാൽ ലവ് ദ ലോർഡ് യുവർ ഗോഡ്. നിന്റെ ദൈവത്തെ, നിന്റെ കർത്താവിനെ പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടുകൂടെ നീ സ്നേഹിക്കണം. ഇതാണ് ഏറ്റവും വലുതും ഒന്നാമത്തേത്. അതാണ് ദൈവവുമായുള്ള ബന്ധം, അവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ബൈബിളിന്റെ ബേസ് അതാണ്. ഇതൊരു മതമല്ല, ജീവനുള്ള ദൈവവുമായി ഉള്ള ബന്ധം. അടുത്ത വാക്യം, രണ്ടാമത്തേത് അതിനോട് സമം. രണ്ടാമത്തേത് എല്ലാ ദൈവമക്കളും ശ്രമിക്കുക. ഈ തലമുറയ്ക്ക് ശരിയായ നിലകളിൽ ലഭിക്കാത്തത് കർത്താവ് ഈ സമയങ്ങളിൽ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനോട് സമം, ഒട്ടും കുറഞ്ഞല്ല, അത് രണ്ടാമതാക്കുകയല്ല, അതിനോട് ഈക്വലായിട്ടാണ് കർത്താവ് പറയുന്നത്. എന്താണത്? കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. യു ഷാൽ ലവ് യുവർ നെയ്ബർ ആസ് യുവർസെൽഫ്. നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. ആരാണ് നിങ്ങളുടെ കൂട്ടുകാരൻ? ആരാണ് നിങ്ങളുടെ അയൽക്കാരൻ? ഇംഗ്ലീഷിൽ നെയ്ബർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആമീൻ, ഹല്ലേലൂയ. നമ്മുടെ നെയ്ബർ നമ്മളോട് ഏറ്റവും അടുത്ത് ദൈവം കൂട്ടിച്ചേർത്തിരിക്കുന്ന ആളാണ്. അതാണ് ബൈബിൾ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. ബൈബിളിലെ ശരിയായ ഒരു ഉൾക്കാഴ്ച, സന്തുലിതമായ ഒരു കാഴ്ചപ്പാട് ഈ നാളുകളിൽ ദൈവസഭയ്ക്ക് നൽകട്ടെ എന്ന് ഞാൻ ഈ പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയത് നമ്മൾ ധ്യാനിച്ച വിഷയമാണ്. ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ നമ്മളത് കാണും. അതാണ് ദൈവവുമായുള്ള ബന്ധമാണ് അവൻ എപ്പോഴും ഉള്ളത്. ദൈവ സാന്നിധ്യം അവനിലേക്ക് ദൈവം പകർന്നുകൊണ്ടേയിരിക്കുക. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവ സാന്നിധ്യത്തിൽ നിലനിൽക്കട്ടെ. പ്രാർത്ഥനയിൽ, ആരാധനയിൽ, വചനത്തിൽ, കൂട്ടായ്മയിൽ നാം പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവവുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുക. അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യം ഈ സമയം നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. നെയ്ബർ, നിങ്ങളുടെ ഏറ്റവും അടുത്ത വ്യക്തി എന്ന നിലയിലാണ് നെയ്ബർ എന്നുള്ളത് അവിടെ കാണിക്കുന്നത്. ഒരു മാനുഷിക ജീവിതത്തിൽ മനുഷ്യന്റെ ദൈവം ഏറ്റവും അടുത്ത് അവന് നെയ്ബറായി കൊടുക്കുന്ന ആള് എന്ന് പറയുന്നവന്റെ ഭാര്യയാണ്. അപ്പൊ മനുഷ്യനുമായുള്ള ബന്ധമാണ് അവിടെ തുടങ്ങുന്നത്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് കുടുംബത്തിലാണ്. ദൈവ സാന്നിധ്യം അവൻ ഏത് നിമിഷവും പ്രാപിക്കുകയും ദൈവത്തോടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ തന്നെ ദൈവം ഭൂമിയിൽ അവന് തക്ക തുണയെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞത് അത് നെയ്ബറായിരിക്കുകയല്ല, പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് സ്ത്രീയോടെ പറ്റിച്ചേരും, അവർ ഒരു ദേഹമായി തീരും. ആമേൻ. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാവും. ദൈവവുമായുള്ള ബന്ധം എന്ന് പറയുന്നത് ദൈവവുമായി ഒന്നാകുക എന്നാണ് 1 കൊരിന്ത്യർ 6:17 പറയുന്നത്. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുമായി പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു. 1 സ്പിരിറ്റ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 1 കൊരിന്ത്യൻസ് 6:17. അതുപോലെ തന്നെ ദൈവബന്ധം, ദൈവവുമായി നമ്മൾ ഒന്നാകുന്നു.
ഇത് മത ലോകത്തിന് മനസ്സിലാകത്തില്ല. അവര് ക്ഷേത്രങ്ങളില് പള്ളികളില് ഒക്കെ ചെന്ന് ദൈവത്തെ വണങ്ങിപ്പോരും. എന്നാൽ ബൈബിൾ പറയുന്നു, നാം വണങ്ങിപ്പോരുക മാത്രമല്ല, നാം ദൈവമായി ഒന്നാകുന്നു, മേർജാകുന്നു, യുണൈറ്റഡ് ആകുന്നു. ഇതുപോലെ തന്നെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ പാർട്ട്ണറുമായി കുടുംബജീവിതത്തിൽ നെയ്ബർ, നമ്മുടെ ഭാര്യ, പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് സ്ത്രീയോട് പറ്റിച്ചേരും, ഒരു ദേഹമായി തീരും. ഹല്ലേലൂയ. അപ്പൊ ദൈവവുമായി നമ്മൾ ഒന്നാകുന്നു. രണ്ട്, ദൈവം നമുക്ക് കൂട്ടിച്ചേർന്ന പങ്കാളിയുമായി നാം ഒന്നാകുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇതാണ് വേദപുസ്തകം പറയുന്നത്. അപ്പോൾ കർത്താവ് സംസാരിച്ചത് മത്തായി 22:36 നമ്മൾ സംസാരിച്ചെങ്കിലാണ് ന്യായപ്രമാണത്തിൽ ഏറ്റവും വലിയ കൽപ്പന കർത്താവുമായുള്ള ബന്ധം, ദൈവവുമായുള്ള ബന്ധം. രണ്ടാമത്തെ അതിനോട് സമം കൂട്ടുകാരനെ അതുപോലെ തന്നെ നമ്മൾ സ്നേഹിക്കുക. താഴ്ത്തു വായിക്കുന്നു, ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ പഴയ നിയമ ന്യായപ്രമാണം ഒരുപാട് കൽപ്പനകളെ, 600 ചില്ലുവാനും കൽപ്പനകളും 1400 പരം ഓർഡിനൻസസും നമുക്ക് തരുമ്പോൾ യേശു അതിനെ 2 തൂണുകളിലാക്കി. ഇതാണ് പുതിയ നിയമം നിൽക്കുന്ന ഈ 2 തൂണുകൾ. കഴിഞ്ഞ തലമുറയിൽ ആദ്യത്തെ തൂൺ എല്ലാവർക്കും വെളിപ്പെട്ടു. ആത്മീയർ എന്ന് കരുതുന്നവർ ദൈവമായുള്ള ബന്ധത്തിന്റെ ആഴങ്ങളിൽ പോകുന്നുണ്ട്. പക്ഷെ തമ്മിലുള്ള ബന്ധങ്ങൾ കുടുംബത്തിനകത്ത് ഭാര്യയുമായി തീർന്നില്ല. 1 കൊരിന്ത്യർ 10 നമ്മൾ വായിക്കുന്നു. നമ്മൾ അപ്പം തുറക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവിടെ 1 കൊരിന്ത്യർ 10-ാം അധ്യായം വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട തിരുവെഴുത്തുകളിൽ ഒന്നാണ് 1 കൊരിന്ത്യർ 10:17. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, വൺ ബോഡി. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പാർട്ട്ണറുമായി നമ്മൾ ഒന്നാകുന്നു. ഹല്ലേലൂയ. 2, ദൈവസഭയിൽ രക്ഷിക്കപ്പെട്ടു വന്ന ദൈവമക്കൾ ഒരുമിച്ച് ഒരു ചർച്ചിലിരിക്കുമ്പോൾ അവരും ഒരു ശരീരം എന്ന് ബൈബിൾ പറയുന്നു. ദൈവമായി നാം ഒന്നാണ്, തമ്മിൽ നാം ഒന്നായിരിക്കുന്നു. ഇതാണ് വേദപുസ്തകത്തിന്റെ കാതലായ ഭാഗം. ഈ 2 കാര്യങ്ങളിലാണ് എല്ലാ പ്രവാചകന്മാരും, എല്ലാ ന്യായപ്രമാണവും ഇത് തന്നെയാ പറയുന്നത്. കർത്താവ് വന്നതും ഇതിനു വേണ്ടിയാണ്. ഹല്ലേലൂയ. ആദ്യത്തെ ഭാഗം നമുക്ക് കഴിഞ്ഞ നാളുകളിൽ ക്ലിയറായി. വേദപുസ്തകത്തിൽ നിങ്ങൾ ഓരോ ഭാഗങ്ങൾ എടുത്തു നോക്കിയോ, പെട്ടെന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് ഓർപ്പിക്കാം. റോമ ലേഖനം എന്ന് പറയുന്നത് വേദപുസ്തകം ആഴത്തിൽ പഠിപ്പിക്കുന്ന ദേവദാസന്മാർ അതിനെ ഇട്ട് വിളിക്കുന്ന പേര് 5-ാമത്തെ സുവിശേഷം എന്നാണ്. സുവിശേഷം 4 എണ്ണമാണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി റോമാലേഖനവുമാണ്. 4 സുവിശേഷങ്ങൾ പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലെ ജഡാവതാരം, ഭൂമിയിലെ ജീവിതം, മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്. ഇത്രയും കാര്യങ്ങളിൽ സുവിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി റോമാലേഖനവുമാണ്. ഉയർത്തെഴുന്നേറ്റ യേശു സ്വർഗത്തിലേക്ക് പോയി പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയക്കുകയും സഭയിലേക്ക് വരികയും സഭ എന്ന വിഷയത്തെ ആഴത്തിൽ വെളിപ്പെടുത്തുന്ന തുടർന്നുള്ള ലേഖനങ്ങളാണ്. അതുകൊണ്ടാണ് സുവിശേഷത്തിന്റെ ഒരു പൂർണ്ണത നമുക്ക് ലഭിക്കുന്നത് റോമാലേഖനം കൂടെ വരുമ്പോഴാണ്. റോമാലേഖനം 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വ്യക്തിക്ക്, നമ്മളിപ്പോ ആദ്യം വായിച്ചതുപോലെ, ദൈവവുമായുള്ള ബന്ധത്തിന്റെ ആഴം, ദൈവത്തെ എങ്ങനെ ഒരാൾക്ക് ബന്ധപ്പെടാം, ദൈവിക ബന്ധത്തിലേക്ക് എങ്ങനെ എത്താം, ആ ബന്ധത്തിന്റെ ആഴം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ. ഇതിനെപ്പറ്റി ഡീപ്പായുള്ള റെവലേഷൻ പല ദൈവദാസന്മാർക്കും ദൈവസഭകൾക്കുമുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ റോമാലേഖനം 12 മുതൽ 16 വരെയുള്ള 5 അധ്യായങ്ങൾ പറയുന്നത് ദൈവവുമായുള്ള ബന്ധത്തിന്റെ ആഴമല്ല, തമ്മിലുള്ള സഭയുടെ ബന്ധം, കൂടി വന്ന ദൈവമക്കൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നാണ് ഈ 5 അധ്യായങ്ങൾ പറയുന്നത്. ഈ നാളുകളിൽ നമുക്ക് ഈ 2-ാമത്തെ ഭാഗം കൂടെ, 2-ാമത്തെ കൽപ്പന കൂടെ ദൈവസഭയ്ക്ക് ആഴത്തിൽ വെളിപ്പെടട്ടെ. എങ്കിൽ മാത്രമേ ദൈവഭവന നിർമ്മാണം പൂർത്തിയാകൂ, ഉണർവ് നടക്കും, കർത്താവിന്റെ 2-ാമത്തെ വരവും അതിനോടുള്ള ബന്ധത്തിൽ ഉണ്ടാവും. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഈ നാളുകളിൽ ലഭിക്കേണ്ടത് തമ്മിൽ ഉള്ള കെട്ടുപണി, സഭയുടെ ആത്മീയ വർധന. വേദപുസ്തകത്തിലെ ആഴമുള്ള അധ്യായങ്ങളിൽ ഒന്നാണ് യോഹന്നാൻ 15.
അതിന്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുന്നത് 1 മുതൽ 11 വരെയുള്ള ആ വാക്യങ്ങൾ പറയുന്നത് ദൈവവുമായുള്ള ബന്ധത്തിന്റെ ആഴമാണ്. എന്നാൽ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത് തമ്മിൽ സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴമാണ്. പുറപ്പാട് ദിവസം 20-ാം അധ്യായമാണ് 10 കൽപ്പനകളെ പറ്റി പറയുന്നത്. അതിന്റെ പകുതി ഭാഗം ദൈവവുമായുള്ള ബന്ധത്തെ എങ്ങനെയായിരിക്കണം, ആ ബന്ധം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് കാണിക്കുന്നു. എന്നാൽ അടുത്ത അതിന്റെ പകുതി പാർട്ട് 10 കൽപ്പനകളുടെ പകുതി ഭാഗം കാണിക്കുന്നത് കൂട്ടുകാരനോടുള്ള ബന്ധത്തിലാണ്. സഹോദരനോട് സഹോദരിയോട് നാം ബന്ധം എങ്ങനെയായിരിക്കണം, അതെങ്ങനെ വർദ്ധിപ്പിക്കണം. ഇതാണ് വേദപുസ്തകം മൊത്തം. ഒരു ബാലൻസ്ഡ് ടീച്ചിങ് ഈ നാടുകളിൽ എല്ലാ സഭകളിലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രവചിക്കാം. ഹല്ലേലൂയ. നമുക്ക് വായിച്ചത് ദൈവസഭയുടെ കെട്ടുപണി. ഞാൻ മടങ്ങി വരുന്നു. ആ കെട്ടുപണിക്ക് ഈ നാളുകളിൽ ശക്തമായി ഉണ്ടാകേണ്ടത് തമ്മിലുള്ള ബന്ധത്തിന്റെ കെട്ടുപണിയാണ്. അതിന് പ്രവചന ശുശ്രൂഷ ദൈവം നമുക്ക് തരികയാണ്. കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ ധ്യാനിച്ചത് മോശ പോലും ആഗ്രഹിച്ചു. യോശുവായിട്ട് പറയുന്ന ഇങ്ങനെയാണ് സംഖ്യാപുസ്തകത്തിൽ, യഹോവയുടെ ദാസന്മാർ ദാസിമാർ എല്ലാവരും പ്രവാചകന്മാരായി തീർന്നാൽ കൊള്ളാമായിരുന്നു, നീ ആരെയും തടയരുത്. 1 കൊരിന്ത്യർ 14 നമ്മൾ വായിച്ചു, പൗലോസ് പറഞ്ഞ വിശേഷാൽ പ്രവചനവരം വാഞ്ചിപ്പീൻ. നിങ്ങൾ എല്ലാവരും പ്രവചിക്കണം, പ്രവചനവരം ആഗ്രഹിക്കണം, വാഞ്ചിക്കണം. എന്താണ് പ്രവചനം? അത് ഭാവി പറയൽ മാത്രമല്ല, ഫോർടെല്ലിംഗ് മാത്രമല്ല, അതിൽ ഒതുങ്ങിപ്പോയെന്ന് കഴിഞ്ഞ സെഷനിൽ നമ്മൾ ധ്യാനിച്ചു. ആത്മലോകം ഭാവി പറയുന്ന ഒന്ന് മാത്രമായി പ്രവചനത്തെ മാറ്റി. എന്നാൽ അതിൽ നിന്ന് പ്രവചനം എന്താ നമ്മൾ കണ്ടു. ദൈവത്തിന് വേണ്ടി സംസാരിക്കുക, ദൈവത്താൽ സംസാരിക്കുക. ഹല്ലേലൂയ. സ്പീക്കിംഗ് ഫോർ ഗോഡ്, സ്പീക്കിംഗ് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കുന്നു, ദൈവം നമ്മിൽ കൂടെ സംസാരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ വായായിരിക്കുക, ദൈവത്തിന്റെ ശബ്ദമായിരിക്കുക. യോഹന്നാൻ സ്നാപകൻ അതായിരുന്നു, എ വോയിസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ശബ്ദമായി അവൻ ആ തലമുറയിൽ നിന്നു. ഈ തലമുറയിൽ നമുക്കും ദൈവത്തിന്റെ ശബ്ദമായി നിൽക്കുക. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നമ്മൾ ഒരുമിച്ച് ഇന്ന് പ്രഭാതം വരുന്നത്, സ്തോത്രം, തിരുവെഴുത്തിലെ ചില പ്രധാന ഭാഗങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. നമുക്ക് വായിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്ന്, ഇന്നത്തെ ദൈവസഭയുടെ പിക്ചർ നമുക്ക് കാട്ടിത്തരുന്ന പുതിയ നിയമ പഴയ നിയമ തിരുവെഴുത്തുകളിലേക്ക് നമ്മൾ പോവുകയാണ്. കഴിഞ്ഞ ആഴ്ച നിങ്ങളെ ഓർപ്പിച്ചതുപോലെ യെഹെസ്കേൽ 37-ാം അധ്യായമാണ് ദൈവസഭയുടെ പിക്ചർ. ഈ ജനറേഷനിൽ ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന സിറ്റുവേഷനെ ശരിക്ക് ചിത്രീകരിക്കുന്ന ഭാഗം. യെഹെസ്കേൽ 37 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ ഒരു താഴ്വരയിൽ പ്രവാചകനെ അവിടെയും ദൈവം ആ താഴ്വരയിൽ കൊണ്ടുവരുന്നത് മറ്റൊരു ഓഫീസല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു 3 ഓഫീസുകൾ. അതിലാണ് ദൈവസഭ ദൈവരാജ്യം പണിയുന്നത്. പൗരോഹിത്യം, രാജത്വം, 3 പ്രവാചകത്വം, പ്രീസ്റ്റ്ഹുഡ്, കിങ്ഷിപ്പ്, പ്രോഫറ്റ്ഹുഡ്. ഈ 3 ശുശ്രൂഷകളാണ് ദൈവസഭയ്ക്ക് ആവശ്യം. പുരോഹിതൻ ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കുന്ന ഒരു ഓഫീസാണ്. അതാണ് പൗരോഹിത്യത്തിന്റെ പ്രധാന ദൗത്യം. രാജ്യത്വം കാണിക്കുന്ന അധികാരത്തെയാണ്. അധികാരം, ദൈവരാജ്യത്തിന്റെ അധികാരം ഭൂമിയിൽ വെളിപ്പെടുത്തുന്ന രാജാക്കന്മാർ ദൈവസഭകളിൽ എഴുന്നേൽക്കട്ടെ. എന്നാൽ 3 ദൈവത്തിനു വേണ്ടി സംസാരിക്കുന്ന സിറ്റുവേഷനെ ഇരുണ്ട കാലഘട്ടങ്ങളിൽ എഴുന്നേറ്റ് ദൈവസഭയുടെ കെട്ടുപണി നടത്തുവാൻ ദൈവം എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിന്റെ നാവായിരിക്കുന്ന പ്രവാചകന്മാർ. അതാണ് പ്രവചന ഓഫീസ്. ഹല്ലേലൂയ. നമ്മൾ ധ്യാനിക്കുന്നത് പ്രോഫറ്റ്ഹുഡിനെ പറ്റിയാണ്, പ്രവാചകത്വത്തെ പറ്റിയാണ്. സഭയ്ക്ക് ഇന്ന് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന പ്രവാചക നാവുകൾ. ഇവിടെ യെഹെസ്കേലിനെ ദൈവം എഴുന്നേൽപ്പിച്ച് അവനെ കൊണ്ടുപോയി ഇപ്പോഴത്തെ ദൈവസഭയുടെ സിറ്റുവേഷൻ കാണിക്കുകയാണ്, സാഹചര്യത്തെ കാണിക്കുകയാണ്. അത് ഒരു താഴ്വരയാണ്. ഈ താഴ്വരയിൽ കിടക്കുന്നത് അസ്ഥികളാണ്. ആമേൻ. അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ താഴ്വര. നമുക്കറിയാം, മനുഷ്യൻ എന്ന് പറയുന്നത് അസ്ഥികളല്ല, ഞരമ്പും മാംസവും എല്ലാം വെച്ചുപിടിപ്പിച്ച് ജീവനുള്ള എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് യഥാർത്ഥ മനുഷ്യന്റെ ഒരു പിക്ചർ.
എന്നാൽ ഇവിടെ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കേണ്ട ഒരു മനുഷ്യനെ അസ്ഥികൾ, ബന്ധം വിട്ടുകിടക്കുന്ന അസ്ഥികൾ, ആമേൻ, അവയെ പറ്റിയുള്ള പിക്ചർ വീണ്ടും താഴോട്ട് എഴുതുകയാണ്. തന്നെ അസ്ഥി താഴ്വരയിൽ കൊണ്ട് നിർത്തി. എന്നിട്ട് അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. ആമേൻ. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. ഓ, വളരെ അധികമായി അസ്ഥികൂട്ടങ്ങൾ കിടക്കുകയാണ്. അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവ ഡ്രൈ ബോൺസ് ആണ്, ഉണങ്ങിക്കിടക്കുകയാണ്. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. ദൈവഹൃദയത്തിലെ ആഗ്രഹം ദൈവപ്രവാചകനോട് സംസാരിക്കുകയാണ്. എന്റെ ആഗ്രഹം ഈ അസ്ഥികൾ ജീവിക്കണം. ആഹാ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ മനുഷ്യ സൃഷ്ടിപ്പിൽ ഉള്ള ദൈവ ഉദ്ദേശത്തെ പറ്റി കഴിഞ്ഞ സെഷനുകളിൽ നമ്മൾ ധ്യാനിച്ചു. അതിൽ പ്രധാന ഒരു കാര്യമാണ് ദൈവം പാഴും ശൂന്യമായ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഇറങ്ങി വന്ന് സംസാരിച്ചു. പാഴും ശൂന്യമായ ഭൂമിയുടെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായി. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം തന്നെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ വാക്കിനെ, ശബ്ദത്തെ മനുഷ്യനിലേക്ക് നൽകിയിട്ട് മനുഷ്യൻ അത് ഏറ്റെടുത്ത് സംസാരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ നാവായിരിക്കാൻ ദൈവം മനുഷ്യനെ വിളിക്കുകയാണ്. അപ്പോ മനുഷ്യൻ സാഹചര്യങ്ങളിൽ സംസാരിക്കണം. ദൈവ ശബ്ദത്തെ അവൻ റിലീസ് ചെയ്യണം. ഇപ്പോഴത്തെ പീരീഡിലും ഈ കാലഘട്ടങ്ങളിലും ദൈവശബ്ദം പുറത്തു കൊണ്ടുവരുന്ന ഒരു സൈന്യം എഴുന്നേൽക്കണം. ഈ സീസണിൽ അത് എഴുന്നേൽക്കുമെന്ന് നമുക്ക് ഒരുമിച്ച് വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ അദ്ദേഹം വന്നു നിൽക്കുന്ന താഴ്വരയിൽ അസ്ഥികൾ ഉണങ്ങിക്കിടക്കുകയാണ്. ഏറ്റവും അധികമായിരുന്നു, അവ ഉണങ്ങിയിരുന്നു. എന്നിട്ട് പ്രവാചകനോട് വിവരിക്കുന്നു, ഈ അസ്ഥികൾ ജീവിക്കുമോ? ആമേൻ. അടുത്ത വാക്യം, അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്. ആ വാക്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കൊന്ന് നിൽക്കുക. അവനെ താഴ്വരയിൽ നിർത്തി. പുതിയ നിയമത്തിൽ ഇത് ശരിയാണോ? നെഹമ്യാ പ്രവചനം 4:19, 20 വാക്യങ്ങൾ. ഇതേ പിക്ചർ നമുക്ക് പഴയ നിയമത്തിലും കാണാം. നെഹമ്യാ ചാപ്റ്റർ 4:20. നിങ്ങൾ കാഹളനാദം കേൾക്കുന്നിടത്ത് ഞങ്ങളുടെ അടുക്കൽ കൂടിക്കൊള്ളുവിൻ. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. 19 വാക്യം. ഞാൻ പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും വേല വലിയതും വിശാലമായതുമാകുന്നു. വലിയ വേലയാണ് ദൈവസഭയ്ക്ക് ദൈവം തന്നിരിക്കുന്നത്. വിശാലമായ വേല, വലിയ വേല. എന്നാൽ നാം മതിലിന്മേൽ ചിതറി തമ്മിൽ അകന്നിരിക്കുന്നു. ഇതാണ് സിറ്റുവേഷൻ. നാം മതിലിന്മേൽ ചിതറി എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതേ സിറ്റുവേഷൻ എഹെസ്കേൽ 37 കാണാം. അസ്ഥികൾ ചിതറിക്കിടക്കുകയാണ്, ബന്ധം വിട്ട് കിടക്കുകയാണ്. ആമേൻ. നാം മതിലിന്മേൽ ചിതറി തമ്മിൽ അകന്നിരിക്കുന്നു. ഒരുമിച്ചിരിക്കേണ്ടവർ, ചേർന്നിരിക്കേണ്ടവർ, ഒരു ശരീരമായിരിക്കേണ്ടവർ, ആശയങ്ങൾ കൊണ്ട്, വെളിപ്പാടുകൾ കൊണ്ട് ഡിവിഷൻ വന്നിട്ട് ചിതറപ്പെട്ട അസ്ഥികളെ പോലെ ഇന്ന് ഭൂമിയിലായിരിക്കുന്ന ദൈവസഭയുടെ പിക്ചറാണ് നമ്മളെ കാണിക്കുന്നത്. ആമേൻ. എല്ലായിടത്തും ഡിവിഷൻസ്, ആർഗ്യുമെന്റ്സ്, ഇടർച്ചകൾ, ലോക്കൽ ചർച്ചുകൾ തമ്മിൽ, ന്യൂ ജനറേഷൻ, ഓൾഡ് ജനറേഷൻ. മീഡിയയിൽ തന്നെ അനേക ആളുകൾ ഒരാൾ പ്രസംഗിക്കുന്ന പ്രസംഗത്തെ മറ്റൊരാൾ ഖണ്ഡിക്കുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം തിരുവചനത്തിന് വിരുദ്ധമാണ്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഭിന്നത ഉണ്ടാക്കുവാനല്ല, ഡിവിഷൻ ഉണ്ടാക്കുവാനല്ല, ഇടർച്ചകൾ ഉണ്ടാക്കുവാനല്ല, തമ്മിൽ ചിതറിയിരിക്കുവാനല്ല, അകന്നിരിക്കുവാനല്ല. ദൈവത്തിന്റെ കാഹളം കഴിഞ്ഞ സെഷനുകളിൽ ധ്യാനിച്ച പ്രധാന ഒരു കാര്യമാണ്. നമ്മുടെ കയ്യിൽ ഈ തലമുറയിൽ പുതിയ നിയമത്തിൽ ദൈവം തന്നിരിക്കുന്ന, സഭയുടെ കെട്ടുപണിക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ദൈവത്തിന്റെ കാഹളമാണ്. അത് ഓരോ പുരോഹിതന്റെ കയ്യിലും ദൈവം കൊടുത്തിട്ടുണ്ട്. മോശയുടെ കയ്യിൽ ദൈവം വടി കൊടുത്തിട്ട് പറഞ്ഞു, നീ ചെങ്കടൽ പിളർക്ക്. ജോഷുവയുടെയും കൂട്ടരുടെയും കയ്യിൽ ദൈവം കൊടുത്തു കാഹളം. എരിഹോവിന്റെ മുമ്പിൽ ചെന്ന് വടിയല്ല അവര് എടുത്തത്, കാഹളമാണ്. ഹല്ലേലൂയ. എരിഹോ എങ്ങനെ വീഴും? ഒരു വലിയ എരിഹോ ദൈവസഭയുടെ മുമ്പിൽ വീഴാനുണ്ട്. സാത്താൻ ഇവിടെ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന സാത്താന്റെ രാജ്യമാണത്. ആ രാജ്യത്തെ തകർക്കാൻ ശക്തിയുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ,
അമേരിക്കൻ മിലിറ്ററിക്കായി സ്തോത്രം ചെയ്യാം, ഇന്ത്യൻ മിലിറ്ററിക്കായി സ്തോത്രം ചെയ്യാം. എല്ലാ മിലിറ്ററികളും നല്ലത്, അത് ഈ ഭൂമിയിൽ ആവശ്യമാണ്. നമുക്ക് അവരെ ഓർത്ത് സ്തോത്രം ചെയ്യാം. എന്നാൽ യഥാർത്ഥ സ്വർഗീയ സൈന്യം എന്ന് പറയുന്നത് ദൈവസഭയാണ്, കാഹളമൂതുന്ന സഭ. എരിഹോവിന്റെ മുമ്പിൽ ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം നിങ്ങൾക്ക് ധ്യാനിക്കുമ്പോൾ കാണാം. അവരോട് പറഞ്ഞു, നിങ്ങൾ എരിഹോ ചുറ്റണം, എരിഹോ ചുറ്റി കാഹളമൂതണം. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഉച്ചത്തിൽ ആർപ്പിടണം. ഒന്നിച്ച് ആർപ്പിടുമ്പോൾ, ഒന്നിച്ച് കാഹളമൂതുമ്പോൾ എരിഹോ മതിൽ വീഴും. ഇന്ന് ഭൂമിയിൽ വീഴേണ്ടത്, നമ്മുടെ മുമ്പിൽ, നമ്മുടെ ദേശങ്ങളിൽ, നമ്മുടെ രാജ്യങ്ങളിൽ വീഴേണ്ടത് സാത്താൻ കെട്ടിപ്പൊക്കിയിരിക്കുന്ന അവന്റെ രാജ്യമാണ്, എരിഹോ കോട്ടയാണ്. എരിഹോ കോട്ട വീഴാൻ ഒരാള് കാഹളമൂതിയാൽ പോരാ. പുരോഹിതന്മാർ, ദൈവസഭ, ലോക്കൽ ചേർച്ചുകൾ ഒന്നായി നിന്ന് ഊതുമ്പോൾ കോട്ട വീഴും, എരിഹോ കോട്ടകൾ വീഴും. ഈ നാളുകളിൽ ശക്തമായ ചില കോട്ടകൾ വീഴട്ടെ. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. പക്ഷേ പ്രസന്റ് സിറ്റുവേഷൻ ചിതറിയിരിക്കുന്ന, അകന്നിരിക്കുന്ന അനുഭവങ്ങൾ, ആശയങ്ങൾ കൊണ്ട് എഫേസ്യ ലേഖനം 4 നമ്മൾ വായിച്ചു, ദുരുപദേശങ്ങളല്ല ഉപദേശങ്ങളുടെ ഓരോ കാറ്റിനാണ്. വേറെ പുസ്തകത്തിലെ ഒരു ചെറിയ ഭാഗം, ഒരാൾക്ക് വെളിപ്പാട് കിട്ടുമ്പോൾ അവർ പറഞ്ഞു മറ്റെല്ലാം തെറ്റാണ്, ഞങ്ങൾ പറയുന്നത് ശരിയാണ്. ഹല്ലേലൂയ. ഒരാൾ പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയതാണ് ശരി, അവരാരും ശരിയല്ല. നിങ്ങൾക്ക് കിട്ടിയത് ശരി, അവർക്ക് കിട്ടിയത് ശരി. ഇത് എല്ലാവരും കൂടെ സകല വിശുദ്ധന്മാരും കൂടുന്നതാണ്. എഫേസ്യ ലേഖനം പറയുന്നു, ദൈവത്തിന്റെ, ക്രിസ്തുവിന്റെ ആഴം, നീളം, വീതി, ഉയരം ഇത് നമ്മൾ ഗ്രഹിക്കണമെങ്കിൽ സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കാൻ പറ്റും. മത്തായി കണ്ടതല്ല മാർക്കോസ് കണ്ടത്, ലൂക്കോസ് കണ്ടതല്ല യോഹന്നാൻ കണ്ടത്. എന്നാൽ 4 പേരും കൂടെ കാണുമ്പോഴാണ് ദൈവിക കാഴ്ച പൂർണ്ണമാകുന്നത്. നമ്മൾക്കെല്ലാം ഓരോ വ്യൂ ആണ്, നമ്മൾക്ക് കിട്ടുന്നതെല്ലാം ശരി, ഞാൻ കണ്ടത് മാത്രം ശരി എന്ന് പറയുമ്പോഴാണ് ഡിവിഷൻ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ഞങ്ങൾ കൃപാവരങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സഭയാണ്. പഠിപ്പിക്കുന്ന, ടീച്ച് ചെയ്യുന്ന സഭകളൊന്നും ശരിയല്ലെന്ന് പറയുമ്പോൾ ഡിവിഷൻ ഉണ്ടായി. ടീച്ച് ചെയ്യുന്ന സഭകളെല്ലാം കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നവരെ പറയുക അവരാരും ശരിയല്ല, ടീച്ച് ചെയ്യുന്ന സഭയാണ് ശരിയായ സഭ. അത് ഡിവിഷൻ ഉണ്ടായി. വചനം പറയുന്ന അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, സുവിശേഷകന്മാർ എല്ലാരും കൂടെ ചേരുമ്പോഴാണ് ദൈവസഭയെ ശരിക്കും കെട്ടിപ്പണിയാൻ പറ്റുന്നത്. ഈ നാളുകളിൽ അന്യോന്യമുള്ള ആർഗ്യുമെന്റിൽ നിന്ന് അന്യോന്യം പ്രവചിക്കാം, അന്യോന്യം അനുഗ്രഹിക്കാം. നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും, ക്രിട്ടിസൈസ് ചെയ്യുന്നവരായിരിക്കും എന്നല്ല, വിധിക്കുന്നവരായിരിക്കും എന്നല്ല, വിമർശിക്കുന്നവരായിരിക്കും എന്നല്ല. ഞാൻ ദയവായി താഴ്മയോടെ പറയട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളെ ദൈവസഭ വിട്ടുകളയുക. വിമർശനമാണ് ഒരു പ്രസംഗത്തിൽ കൂടെ വരുന്നെങ്കിൽ വിട്ടുകളയുക. ഒരു പ്രീച്ചിങ്ങിൽ കൂടെ അന്യോന്യം കയ്പുണ്ടാകുകയാണ്, അന്യോന്യം ഡിവിഷൻ ഉണ്ടാകുകയാണെങ്കിൽ അത് കേൾക്കാതിരിക്കുന്ന ആളുകൾ. പ്രസംഗം മാത്രമല്ല, ഒരു വ്യക്തി വന്നാണ് നിങ്ങളോട് ഒരു അഭിഷക്തനെ പറ്റി, ഒരു ചർച്ചിനെ പറ്റി ക്രിട്ടിക് വ്യൂവിൽ സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ അതിനെ വിട്ടുകളയുക, അതിനെ ഒഴിഞ്ഞു മാറുക. ഈ ദിനങ്ങളിൽ കർത്താവ് വളരെ ശക്തമായി തന്നിരിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ലോകം മുഴുവനും, ഗവൺമെന്റ് എല്ലാം പറയുന്നു സോഷ്യൽ ഡിസ്റ്റൻസിങ്, അകലം പാലിക്കുക. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളോട് നമുക്ക് ഈ ദിവസങ്ങൾ അകലം പാലിക്കാം. ആരും നമ്മുടെ ശത്രുക്കളല്ല. പക്ഷെ വേണ്ടാത്തൊക്കെ നമ്മുടെ കണ്ണിൽ കാണാതെ, ചെവിയിൽ കേൾക്കാതെ, ഹൃദയത്തിൽ കയറാതെ പൂർണ്ണ ജാഗ്രതയോടെ നമ്മുടെ ഹൃദയത്തെ നമുക്ക് സൂക്ഷിക്കാം. കാരണം ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായി പ്രസ്താവിക്കും. നിങ്ങളുടെ ഉള്ളിൽ എന്താണ് ഫില്ല് ചെയ്യുന്നത്? വെളിപ്പാടാണോ? ദൈവശബ്ദമാണോ? പരിശുദ്ധാത്മാവാണോ? അത് നിങ്ങളുടെ അധരങ്ങളിൽ കൂടെ പുറത്തേക്ക് വരും. ദൈവസഭയെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രസന്റ് സിറ്റുവേഷൻ കാണിക്കുന്നത് നെഹമ്യാവ് 4:19 നമ്മൾ വായിച്ചു. പുതിയ നിയമത്തിൽ വരാം. ഈ സാഹചര്യം ശരിയാണോ? കൊരിന്ത്യ സഭയാണ് പ്രാക്ടിക്കൽ ചർച്ച് ലൈഫിനെ കാണിക്കുന്ന നല്ല ലേഖനങ്ങളിൽ ഒന്ന്. അത് 1 കൊരിന്ത്യർ 1-ാം അധ്യായം 11-ാം വാക്യം നമ്മൾ ഈ സമയം വായിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. പൗലോസ് കൊരിന്ത്യ സഭ ലോക്കൽ ചർച്ചിലേക്ക് വരുമ്പോൾ അവിടത്തെ ഒരു സിറ്റുവേഷൻ ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങളെല്ലാം ഒന്നായിരിക്കുന്നതല്ല, നിങ്ങളുടെ എല്ലാം പിണക്കമാണ്. ഇതാണ് ചർച്ചുകളിൽ ഈ നാളുകൾ വളരെ ലോക്കൽ ചർച്ച് ലൈഫ് അറിയാത്തത് കൊണ്ട് ധാരാളം ആളുകളും പിണങ്ങുന്നു, പിണങ്ങിക്കൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞാൻ നിങ്ങളെ ഓർപ്പിച്ച വീണ്ടും ഇന്ന് പ്രഭാതം ഓർപ്പിക്കുന്നു. പുതിയ നിയമത്തിലെ സീരിയസ് സിന്നാണ് ഡിസ്യൂണിറ്റി.
പിണക്കം, ഭിന്നത ഒരാൾ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, കോപിച്ചാൽ പാപം ചെയ്യരുത്. സൂര്യൻ അസ്തമിക്കോളം കോപം, പിണക്കം, ഭിന്നതകൾ വെച്ചുകൊണ്ടിരിക്കരുത്. കുടുംബത്തിലും സഭയിലും വെച്ചുകൊണ്ടിരിക്കരുത്. ഒരു സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത് ക്ലിയർ ആകണം. ഇടർച്ചകൾ വരാം, പിണക്കങ്ങൾ വരാം, മനുഷ്യനാണ്, കുടുംബജീവിതത്തിൽ സഭാജീവിതത്തിൽ വരാം. പക്ഷെ അത് ഒരു സൂര്യൻ അസ്തമിച്ച് താഴുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ നിന്നും അത് ഫ്രീ ആയിരിക്കണം. ഇങ്ങനെ പോകുന്ന ഒരാൾക്ക് മാത്രമേ ഈ തലമുറയിൽ ഒരു ദൈവിക ദൗത്യത്തിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് കൊരിന്ത് സഭയിലേക്ക് വരുമ്പോൾ അവരുടെ ഇടയിൽ പിണക്കങ്ങളാണ്. യെസ്, വായിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നു പോൽ. പൗലോസിന്റെ പക്ഷം, അപ്പല്ലോസിന്റെ പക്ഷം, കേഫാവിന്റെ പക്ഷം, ക്രിസ്തുവിന്റെ പക്ഷം. ക്രിസ്തുവിന്റെയും പക്ഷമുണ്ട്. എല്ലാം പക്ഷങ്ങളാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു പക്ഷങ്ങളില്ല. കൊരിന്ത് ലേഖനം നമുക്ക് കർത്തൃമേശയെ പറ്റി തരുമ്പോൾ ഒറ്റ ശരീരമാണ്, തലയൊന്ന്, ശരീരമൊന്ന്. എവിടെയൊക്കെ ഗ്രൂപ്പ് ഉണ്ടാകുമോ അവിടെ എല്ലാം നാം ദൈവത്തിന്റെ പദ്ധതി ഔട്ടാവും. ഹല്ലേലൂയ. ഒരു ലോക്കൽ ചർച്ചിലാണ് നിങ്ങൾ കൂടുന്നെങ്കിൽ കഴിഞ്ഞ റോമാലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ തമ്മിൽ തമ്മിൽ സമാധാനമുള്ളവരായിരിക്കും. ആമേൻ. അപ്പോൾ എല്ലായ്പ്പോഴും ദൈവസഭ ദൈവസമാധാനത്തിൽ അന്യോന്യം ദൈവമക്കളായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ പക്ഷങ്ങളായി, പല പക്ഷങ്ങളായപ്പോൾ പൗലോസ് ചോദിക്കുന്നു, ഈസ് ക്രൈസ്റ്റ് ഡിവൈഡഡ്? ക്രിസ്തു മുറിയപ്പെടുന്നുവോ? അപ്പോൾ രണ്ടുപേർ തമ്മിൽ ഒരു സഭയിലോ ലോക്കൽ ചേർച്ചിൽ പിണങ്ങിയിരിക്കുമ്പോൾ, രണ്ട് സഹോദരിമാർ തമ്മിൽ, രണ്ട് സഹോദരന്മാർ തമ്മിൽ, രണ്ട് ശുശ്രൂഷകന്മാർ തമ്മിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താവ് തമ്മിൽ പിണങ്ങിയിരിക്കുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ രണ്ട് വ്യക്തികൾ പിണങ്ങുക മാത്രമല്ല, ഒരു ശരീരത്തിന് കേടുപാട് വരികയാണ്. മുറിയപ്പെടുന്നു എന്ന വാക്കാണ് അവിടെ. ഡിവൈഡ് ചെയ്യപ്പെടുന്നു. ഹല്ലേലൂയ. ഇത് കഴിഞ്ഞ നാളുകൾ വളരെ ശക്തമായി നമ്മുടെ ലോക്കൽ ചർച്ചുകൾ വളരാതെ വണ്ണം ദേശത്ത് അധികാരം പിടിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിൽ മുറിയപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നിടത്തുന്നെല്ലാം ഞാൻ വിശ്വസിക്കുന്നു. ഈ ലോക്ക്ഡൌൺ കാലയളവ് ദൈവസഭയുടെ ഒരു നിർമ്മാണം, ഒരുമിച്ച് നിൽക്കുന്ന ഒരു കെട്ടുപണി ശക്തമായി എല്ലാ ലോക്കൽ ചർച്ചുകളിലും നടക്കുവാൻ ലൗഫി സഭ ആത്മാവിൽ എഴുന്നേറ്റ് നിന്ന് പ്രവചിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അവിടെ ക്രിസ്തു വിഭാഗിക്കപ്പെടുകയാണ്. പക്ഷെ എങ്ങനെ ആയിരിക്കണമെന്ന് പൗലോസ് അതിന്റെ മുകളിലത്തെ വാക്യം നമ്മളോട് പറയുന്നു. പ്രത്യേകിച്ച് 1 കൊരിന്ത്യർ 10-ാം വാക്യമാണ് പൗലോസ് ദൈവസഭയുടെ ശരിക്കൊരു പിക്ചർ നമുക്ക് തരികയാണ്. വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും, എല്ലാവരും ഒന്ന് സംസാരിക്കണം. നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ, ഭിന്നത വരരുത്, ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും ഏകഭിപ്രായം യോജിച്ചിരിക്കുകയും. എങ്ങനെ ഏക മനസ്സ് വരും, ഏകാഭിപ്രായം വരും? ഞങ്ങളുടെ ഇടയിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ പല അഭിപ്രായമാണ് പാസ്റ്ററെ. ചർച്ചിൽ പലതും സംസാരിക്കുന്നു, പല അഭിപ്രായങ്ങളാണ്, പല മനസ്സാണ്. ഇതെല്ലാം ഈ നാളുകളിൽ ക്യാൻസലായി. ദൈവത്തിന്റെ വചനം വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ വന്ന് വചനം സംസാരിക്കട്ടെ. ആമേൻ. വെളിപ്പാടുകൾ പറയട്ടെ, കാഹളമൂതട്ടെ. ഗ്ലോറി ടു ഗോഡ്. എന്നിട്ട് ഏക അഭിപ്രായത്തിൽ, ഏക മനസ്സിൽ നിങ്ങൾ യോജിച്ചിരിക്കണം. അറ്റ്യൂൺ എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. റൂട്ട് വേർഡ് അതാണ്. ഒരു ഗിറ്റാറിന്റെ അതിന്റെ സ്ട്രിങ്സ് എല്ലാം ഒരുമിച്ചിരുന്ന് അത് അടിക്കുമ്പോൾ നല്ല ശ്രുതി വരുന്നത് പോലെ ദൈവസഭ കൂടി വരുമ്പോൾ നല്ല ശ്രുതി, നല്ല ഈണം, നല്ല താളം വരണം. പല ശബ്ദങ്ങൾ, അപശബ്ദങ്ങൾ വരരുത്. ഒരു കുടുംബജീവിതത്തിൽ ശ്രുതി വീട്ടണം. ഭാര്യയും ഭർത്താവും ചെല്ലുമ്പോൾ നല്ല ഈണം ആ കുടുംബത്തിൽ ഉണ്ടാകണം. ലോക്കൽ സഭകൾ കൂടുമ്പോൾ ഒരുമിച്ച് നല്ല യൂണിറ്റിയുടെ, ഐക്യതയുടെ ഒരു നല്ല ഈണം സഭകളിൽ ഉണ്ടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന സഭ. എന്നാൽ സിറ്റുവേഷൻ നമ്മളെ താഴ്വരയിലാക്കിയിരിക്കുകയാണ്. സാത്താൻ എല്ലായ്പ്പോഴും ശ്രമിക്കുന്നത് സഭയുടെ കെട്ടുപണിക്കെതിരെയാണ്.
എല്ലാ ആഴ്ചകളും നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ആ വലിയ ആ പ്രോഫസിയ പ്രവചനം നമ്മൾ പറയും, ഞാൻ എന്റെ സഭയെ പണിയും. മത്തായി 16:18 മറക്കരുത്. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പോൾ സഭ കെട്ടിപ്പടുത് ഒരു ലോക്കൽ സ്ഥലത്ത്, ഒരു സിറ്റിയിൽ നിന്നാൽ, ഒരു ഗ്രാമത്തിൽ നിന്നാൽ, അവിടുത്തെ പാതാള ശക്തികൾ സഭയുടെ കാലിന് കീഴാവും. അപ്പോൾ അവൻ കാൽ കീഴെ വരുന്നത് അവൻ അറിയാവുന്നത് കൊണ്ട് എന്ത് വില കൊടുത്തു, ഏത് രീതിയിലും വ്യക്തികളെ കയ്യിലെടുത്ത്, സഭയ്ക്കകത്ത് തന്നെ ആത്മീയമായ വളർച്ച കുറഞ്ഞ, പൊക്കം കുറഞ്ഞ മതിലുകളെ ഒക്കെ കയ്യിലെടുത്ത്, ബലഹീന വ്യക്തികളെ കയ്യിലെടുത്ത് റൂമറുകൾ ഉണ്ടാക്കുകയും ക്രിറ്റിസിസം പരത്തുകയും. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യിരെമ്യാ പ്രവചനം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു. യിരെമ്യാ 15-ൽ നമ്മൾ വായിച്ചത് അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ. യിരെമ്യാ 15:19. ആമേൻ, ഹല്ലേലൂയ. അധമമായത് ആളുകളുടെ അധരങ്ങളിൽ കൊടുത്ത്, ഹൃദയങ്ങളിൽ കൊടുത്ത്, അത് സ്പ്രെഡ് ചെയ്യിപ്പിച്ച് കലക്കമുണ്ടാക്കി, ഭിന്നത ഉണ്ടാക്കി. പാതാള ശക്തികൾ സഭയുടെ കെട്ടുപണിയെ തടയുന്ന സ്ഥാനത്ത് ഇന്ന് പകൽ ഞാൻ വീണ്ടും ആത്മാവിൽ നിങ്ങളോട് പറയുന്നു, ദൈവത്തിന്റെ പ്രവാചകന്മാരും പ്രവാചകിമാരും ആത്മാവിൽ എഴുന്നേറ്റ് ദൈവത്തിന്റെ വചനം, ഈ തലമുറയോട് പറയുന്ന ദൈവശബ്ദം പറയുകയും വീണ്ടും ആ കെട്ടുപണി നടക്കുകയും സമാധാനത്തിന്റെ ദൈവം സാത്താനെ നമ്മുടെ കാൽ കീഴെ ചതച്ചു കളയുമെന്ന് റോമർ 16:20 ആ ദൈവവചനം ഇന്ന് പ്രഭാതവും ഓരോ സഭകളിലും നിറവേറട്ടെ. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. പിടിക്കാം, നമുക്ക് പിടിക്കാം. റോമർ 14:19 സമാധാനം പിടിക്കാം. 2 ആത്മീയമായി കെട്ടുപണി യേശുവിൻ നാമത്തിൽ ഒരുമിച്ച് അതിനുവേണ്ടി ശ്രമിക്കാം. ഗ്ലോറി ടു ഗോഡ്. ആമേൻ. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ സാത്താന്റെ ഏറ്റവും വലിയ ആയുധം അധമമായത് ആളുകളുടെ അധരങ്ങളിൽ കൊടുക്കുക, ഹൃദയങ്ങളിൽ കൊടുക്കുക. കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ച വളരെ പ്രധാനപ്പെട്ട 2 വിഷയങ്ങളാണ്. 2 ടൈപ്പ് നാവുകൾ, 2 ടൈപ്പ് തീ. 2 types of tongues, 2 types of fire. 2 തരം നാവുകളെ നമുക്ക് കാണാം, 2 തരം തീ നമുക്ക് കാണാം. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച തൊട്ടത്. ഇന്ന് പകൽ അല്പം കൂടെ നമ്മൾ ഇതിലേക്ക് പോകും. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അപ്പോസ്തലപ്രവൃത്തി 2, യാക്കോബിന്റെ ലേഖനം 3, ഈ 2 അധ്യായങ്ങളെ ബേസ് ചെയ്ത് നമ്മൾ ധ്യാനിക്കുവാനിടയായി. ഭൂമിയിൽ 2 തീകൾ വർക്കൗട്ട് ചെയ്യുന്നു. ഒന്ന് സ്വർഗീയ തീ, ഹെവൻലി ഫയർ. 2 നരകാഗ്നി. അത് യാക്കോബ് 3:6 അതുപോലെ മത്തായി സുവിശേഷം 5 നമുക്ക് കാണുവാൻ കഴിയും. ഗ്ലോറി ടു ഗോഡ്. ഹെൽ ഫയർ, നരകാഗ്നി. സഹോദര മൂഢ എന്ന് വിളിക്കുന്നവന് അപ്പോൾ തന്നെ നരകത്തീക്ക് തീ കൊടുത്തതായി കാണാം. നരകാഗ്നി അവന്റെ നാവിന്മേൽ പിടിച്ചു. ഗ്ലോറി ടു ഗോഡ്. ലോകം മുഴുവനും ഇന്ന് നരകത്തീ കത്തുകയാണ്. എല്ലാ മീഡിയകളിലും, രാജ്യങ്ങൾ തമ്മിൽ, സമൂഹങ്ങൾ തമ്മിൽ, മതങ്ങൾ തമ്മിൽ അന്യോന്യം മൂഢ, വിധിക്കുന്ന, വിമർശിക്കുന്ന, ഹല്ലേലൂയ, മോശമാക്കുന്ന, നശിപ്പിക്കുന്ന വാക്കുകൾ കഴിഞ്ഞ നാളുകളിൽ ദൈവസഭയ്ക്ക് തന്നതാണ് 30 കൂട്ടം നാവുകൾ എന്ന ഒരു അഭിഷക്തൻ എഴുതിയ സദൃശ്യവാക്യങ്ങളെ, പ്രത്യേകിച്ചും പ്രോവർബ്സ് ആസ്പദമാക്കി എഴുതിയ 30 കൂട്ടം നാവുകൾ. ഹല്ലേലൂയ. അത് ഞാൻ സഭയിൽ ഒരുപാട് പേർക്ക് നൽകി തരുവാനിടയായി. ആവശ്യമുള്ളവർക്ക് വീണ്ടും അത് തരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ചില നാവുകളെ ഞാൻ പറയട്ടെ. ഭിന്നതയുണ്ടാക്കുന്ന നാവ്, ദ ഡിവൈസീവ് ടങ്. അപകീർത്തിപ്പെടുത്തുന്ന നാവ്, ദ സ്ലാൻഡറിംഗ് ടങ്. അപവാദം പറയുന്ന നാവ്, ദ ഗോസിപ്പിംഗ് ടങ്. വിധിക്കുന്ന നാവ്, ദ ജഡ്ജ്മെന്റ് ടങ്. ശപിക്കുന്ന നാവ്, ദ കേഴ്സിംഗ് ടങ്. കുറ്റം പറയുന്ന നാവ്, ദ അക്യൂസിംഗ് ടങ്. ഒരുപാട് നാവുകൾ, 30 തരം നാവുകളെ പറ്റിയാണ് ഈ അഭിഷേക്തൻ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇന്ന് ഭൂമിയെ മുഴുവനും സാത്താൻ മനുഷ്യരുടെ നാവുകളെ എടുത്ത് നരകത്തീ പിടിപ്പിച്ച് നശിപ്പിക്കുന്ന, ലോകത്തെ നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്
നാം ഇന്ന് വായിച്ച 30 തരം നാവുകൾ. നമ്മുടെ യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 6 കഴിഞ്ഞ ആഴ്ച വായിച്ചത് നാവ് ഒരു തീ തന്നെ. ജെയിംസ് ചാപ്റ്റർ 3 വേഴ്സ് 6, ദ ടങ് ഇസ് എ ഫയർ. നാവ് ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ശരീര അവയവങ്ങളുടെ കൂട്ടത്തിൽ ചെറിയൊരു അവയവമാണ്. ചെറിയൊരു അവയവം. പക്ഷെ ആ അവയവമാണ് നമ്മുടെ ജീവിത ചക്രത്തെ എവിടെ കൊണ്ടെത്തിക്കണം, ഡെസ്റ്റിനി നിശ്ചയിക്കുന്നത് ഈ ചെറിയ അവയവമാണ്. നാവ് ചെറിയൊരു അവയവമെങ്കിലും ഒരു വലിയ കാട് കത്തിക്കാൻ അതിന് കഴിയുമെന്ന് നമ്മളോട് പറയുന്നു. ഇന്ന് ഭൂമിയെ കത്തിക്കുക, ഹല്ലേലൂയ, നശിപ്പിക്കുക. മനുഷ്യന്റെ അധരത്തെ സാത്താൻ കയ്യിലെടുത്ത്, ഇരുട്ടിന്റെ ശക്തികൾ, പാതാള ശക്തികൾ കയ്യിലെടുത്ത് ആ നാവിലേക്ക് നരകത്തീ കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചത്, സാത്താൻ വരുന്നത് കൊല്ലുവാനും മുടിക്കുവാനും മറക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനും. ഈ ഭൂമിയെ പാഴ് ശൂന്യമാക്കിയത് സാത്താന്റെ വീഴ്ചയാണ്. അതുകൊണ്ട് അവർ ഇന്നും മനുഷ്യരെ കയ്യിലെടുത്ത് ഇത് പാഴ് ശൂന്യമാക്കാൻ ശ്രമിക്കുന്നു. എത്രയോ കുടുംബങ്ങളെ, അധരങ്ങളാണ് കുടുംബങ്ങൾ തമ്മിൽ പിരിഞ്ഞു പോകാനുള്ള കാരണം. ഹല്ലേലൂയ. വ്യക്തികൾ തമ്മിൽ വ്യക്തിബന്ധങ്ങൾ നശിപ്പിക്കുന്ന നാവാണ്. ചില ആളുകൾ ഒരു കൂട്ടത്തിലോട്ട് ചെന്നാൽ വിതിൻ ചില ദിവസങ്ങൾക്കകത്ത് അവിടെ ഭിന്നതയുണ്ടാവും. ഹല്ലേലൂയ. ചിലര് ഒരു രാജ്യത്തിലേക്ക് കയറിയാൽ അവർ ഭിന്നതയുണ്ടാക്കും. അപ്പോൾ രാജ്യങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന, നശിപ്പിക്കുന്ന, സമൂഹങ്ങളെ നശിപ്പിക്കുന്നത് ഈ നാവാണ്. നാവിൽ നരകാഗ്നിയാണ് സാത്താൻ തൊടുത്തുവിടുന്നത്. അതുകൊണ്ടാണ് നാവ് ചെറിയൊരു അവയവമെങ്കിലും നമ്മുടെ ശരീരത്തെ മുഴുവനും നശിപ്പിക്കാൻ അതിന് കഴിയും. ഇതുപോലെ ദൈവസഭയെ മുഴുവനും നശിപ്പിക്കുവാൻ നമ്മുടെ കൂട്ടത്തിൽ തെറ്റായ നാവുകളുള്ളവർക്ക് ആ കെട്ടുപണിയെ നശിപ്പിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് ദൈവമന്ദിരത്തെ നശിപ്പിക്കല്, നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കും. ഒരിക്കലും നമ്മുടെ നാവ് അഴിച്ചു കളയുവാൻ, നശിപ്പിക്കുവാൻ നമ്മുടെ നാവ് ഒരിക്കലും ഉപയോഗിക്കരുത്. നമ്മുടെ നാവ് ഉപയോഗിക്കേണ്ടത് ദൈവത്തിന്റെ നാവാണ്. ദൈവത്തിന്റെ നാവ് എപ്പോഴും പണിയുന്ന നാവാണ്, സൃഷ്ടിക്കുന്ന നാവാണ്, വിളിച്ചു വരുത്തുന്ന നാവാണ്, സൗഖ്യമാക്കുന്ന നാവാണ്, വിശുദ്ധീകരിക്കുന്ന നാവാണ്, യഥാസ്ഥാനപ്പെടുന്ന നാവാണ്, അത് പ്രവചിക്കുന്ന നാവാണ്, ഉണ്ടാകട്ടെ ഉളവാക്കുന്ന നാവാണ്. ദൈവം പറഞ്ഞപ്പോൾ ഉളവായി. ഈ നാളുകളിൽ നമ്മുടെ ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ ആവശ്യം ഉളവാക്കുന്ന നാവുകളാണ്. നമുക്കറിയാം, ഭൂമി മുഴുവൻ മനുഷ്യൻ കരയുകയാണ്, അനിശ്ചിതാവസ്ഥയിലാണ്. പ്രത്യേകിച്ച് യൗവന തലമുറ നാളെ എന്താകുമെന്ന് നമ്മൾ വളരെ ആകുലപ്പെടുന്നു. മാനസിക സമ്മർദ്ദങ്ങളിലാണ്. ജനം മുഴുവൻ ഭയങ്കര സ്ട്രെസ്സിലാണ്, പാനിക്കാണ്. ഈ ടൈമിൽ ആവശ്യം ദൈവസഭ എഴുന്നേൽക്കണം. പ്രവചിക്കുന്ന, വിളിച്ചു വരുത്തുന്ന, യഥാസ്ഥാനപ്പെടുത്തുന്ന, സൗഖ്യമാക്കുന്ന, അനുഗ്രഹം തന്നിരിക്കുന്ന ദൈവസഭ സംഘടനയല്ല, ക്ലബല്ല, രാഷ്ട്രീയ പാർട്ടിയല്ലത്, ക്രിസ്തുവിന്റെ സഭയാണ്. സഭ എഴുന്നേൽക്കട്ടെ എന്ന് ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ ലവ് ഫീസ്റ്റ് ഫാമിലി പ്രവചിക്കട്ടെ. ഈ സഭ മാത്രമല്ല, ദൈവ പദ്ധതി കാണുന്ന സകല സഭകളും ദൈവത്തിന്റെ നാമമായി എഴുന്നേൽക്കട്ടെ. കുറ്റം പറയുന്ന, വിധിക്കുന്ന, ശപിക്കുന്ന, ഭിന്നത വരുത്തുന്ന നാവുകളെല്ലാം നമ്മുടെ നീങ്ങിമാറി അഗ്നിനാവുകൾ, സ്വർഗീയാത്തി വഹിക്കുന്ന അഗ്നിനാവുള്ള ദൈവത്തിന്റെ ദാസീദാസന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ദൈവഹിതമാണ്, ദൈവാലോചനയാണ്. ആമേൻ. നമ്മുടെ അവയവങ്ങളുടെ കൂട്ടത്തിൽ ഇത് ചെറിയൊരു അവയവമാണെങ്കിലും ഇത് വലിയ കാട് കത്തിക്കാൻ പവർ ഉണ്ടെന്നാണ് ബൈബിൾ പറയുന്നത്. പക്ഷെ യാക്കോബ് 3:6 നെഗറ്റീവ് അർത്ഥത്തിലാണ്. അവിടെ വാക്യം നമ്മൾ ഈ സമയം വായിക്കുന്നു. യാക്കോബ് 3:6, നാവ് തീയാണ്, തിന്മയുടെ ഒരു ലോകം. അത് നമ്മുടെ മറ്റ് അവയവങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ശരീരത്തെ മുഴുവൻ കളങ്കപ്പെടുത്തുന്നു. തെറ്റായ തീയാണ്, തെറ്റായ അഗ്നിയാണ് നമ്മളിൽ പിടിക്കുന്നെങ്കിൽ, ഇരുട്ടിന്റെ ശക്തിയിൽ നിന്നുള്ള ഒരു വ്യാപാരമാണ് നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്നെങ്കിൽ അത് നമ്മുടെ ജീവിതം മുഴുവൻ മലിനമാക്കും, മറ്റുള്ളവരുടെ ജീവിതം മലിനമാക്കും, ലോകത്തെ മലിനമാക്കും. നമുക്കറിയാം, ഇന്ന് പൊല്യൂഷൻ കൂടുതലാണ്, ലോകം മുഴുവൻ മലിനമാകുന്നു എല്ലാവരും കണ്ടുപിടിക്കുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ മലിനമാകുന്ന മനുഷ്യന്റെ നാവ് കൊണ്ട് ലോകത്തെ മലിനമാക്കുന്നു. ഹല്ലേലൂയ. ഇത് മലിനപ്പെടുത്തുകയാണ്. അടുത്തത്, നരകത്തീയാൽ കത്തിക്കാളി
ജീവിത ചക്രത്തെ അത് ദഹിപ്പിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ നമ്മുടെ ജീവിതം എവിടേക്ക് എത്തണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ അധരമാണ്. സദൃശ്യ 18 നമ്മൾ വായിച്ചു. നാവിന്റെ അധികാരത്തിലാണ് ജീവനും മരണവും ഇരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാവ് ഏത് റിസീവ് ചെയ്യുന്നു, നമ്മൾ അതിന്റെ വക്താക്കളായി മാറും. നമ്മുടെ ജീവിതം എന്തായി തീരണം, ഈ ഭൂമിയിൽ എങ്ങനെ ആയിരിക്കണം, ഇതെവിടെ എത്തണം എന്ന് തീരുമാനിക്കുവാൻ നമ്മുടെ അധരത്തിന് കഴിയും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. നമുക്ക് തിരുവഴുത്തിൽ ഇങ്ങനെ കാണാൻ കഴിയും. 45 സങ്കീർത്തനക്കാരൻ പറയുന്നത്, എന്റെ നാവ് സമർത്ഥനായ ലേഖന്റെ എഴുത്തുപോൽ. നമ്മുടെ നാവ് കൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവസാന്നിധ്യം, ദൈവത്തിന്റെ അഗ്നി റിസീവ് ചെയ്യുന്ന ഒരു ദൈവ പൈതലിന് അവന്റെ ജീവിതത്തെ ഒരു മനോഹര ലേഖനമാക്കാൻ, മനോഹര കാവ്യമാക്കുവാൻ, ഗാനമാക്കുവാൻ കഴിയും. പലരും ആളുകള് ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം എല്ലാം മനോഹരമാകുന്നത് പണമുണ്ടെങ്കിൽ, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എന്നൊക്കെയാണ്. ഇതൊക്കെയുള്ള എത്രയോ പേരുടെ ജീവിതവും കുടുംബവും ഒക്കെ എടുത്തു നോക്കിയാൽ ഇതൊക്കെ നമുക്ക് ആവശ്യങ്ങളാണ്. പണം, വിദ്യാഭ്യാസം, ഇതെല്ലാം നമ്മുടെ നീഡ്സ് ആണ്. എന്നാൽ റിയൽ നീഡ് എന്ന് പറയുന്നത്, യഥാർത്ഥ ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു നാവാണ്. ദൈവത്തിന്റെ അഗ്നി വീഴുന്ന നാവ്, സ്വർഗീയ അഗ്നിയിൽ സംസാരിക്കുന്ന ഒരു അധരമാണ് ഈ നാടുകളിൽ ദൈവസഭയിൽ ഓരോ മക്കൾക്കും ആവശ്യം. ലോകത്തോട് ഇത് പറയുന്നതിന് മുമ്പ് ദൈവസഭയിൽ ഈ അനുഗ്രഹം വന്നാൽ, ദൈവസഭ ഈ അനുഗ്രഹത്തോട് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നാൽ ദേശത്തും ഈ അനുഗ്രഹം വ്യാപരിക്കും. അതുകൊണ്ടാണ് ആദ്യം അനുഗ്രഹം വെളിപ്പെടേണ്ടത് ദൈവസഭയിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവസഭയോട് ഇന്ന് പകൽക്കാലം ഈ പ്രവചനങ്ങൾ പറയുന്നത്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ നമ്മുടെ ലൈഫ് എന്തായി തീരണം? ഈ ഭൂമിയിൽ ഇത് മനോഹരമായ നല്ലൊരു ദുഃഖഗീതമാണോ ഇത്, അതോ സന്തോഷഗീതമാണ്? അത് തീരുമാനിക്കുന്നത് എന്റെയും നിങ്ങളുടെയും നാവാണ്. വാ ചൊവ്വുള്ളതെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഗ്ലോറി ടു ഗോഡ്. അതില് ഈ ജീവിതത്തെ മനോഹരമാക്കി തീർക്കുന്ന സന്തോഷഗീതം, ആനന്ദഗീതമാക്കി തീർക്കുവാൻ നമ്മുടെ ആദരങ്ങൾക്ക് കഴിയും. നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ സഭാജീവിതം മാത്രമല്ല, നമ്മുടെ ദേശത്തെയും സന്തോഷഗീതം പാടിപ്പിക്കുവാൻ ദൈവസഭയ്ക്ക് കഴിയും. കാരണം നമുക്ക് ദൈവം ഒരു നാവ് തന്നിട്ടുണ്ട്, വെറും നാവല്ല. നാം അപ്പോസ്തലപ്രവൃത്തി 2 വായിച്ച, കഴിഞ്ഞ പ്രാവശ്യം വായിച്ച വാക്യമെങ്കിലും ഒരു പ്രാവശ്യം കൂടെ വചനം വായിക്കും. ആക്ട്സ് ചാപ്റ്റർ 2, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം, അതിന്റെ 2-ാം വാക്യം. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കും പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. ഈ നാവിനൊരു പ്രത്യേകതയുണ്ട്. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എന്തിനാണ് ദൈവം? കഴിഞ്ഞ ആഴ്ച നമ്മൾ വെച്ചു, ആദ്യം ദൈവസഭയുടെ മേൽ പരിശുദ്ധാത്മ ശക്തി തീയായി ഇറങ്ങിയപ്പോൾ അവർക്ക് സംസാരിക്കാനുള്ള കഴിവാണ് കൊടുത്തത്. എബിലിറ്റി ടു സ്പീക്ക്, സംസാരിക്കുവാനുള്ള കഴിവ്. ഒരു ദൈവകൃപയിലേക്ക് വരുന്ന ഒരാൾക്ക് ആദ്യം ആവശ്യം അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിക്കുവാൻ, സംസാരിക്കുവാൻ, ദൈവത്തിന്റെ വായായിരുന്ന് സംസാരിക്കാനുള്ള കൃപയാണ് നമ്മുടെ ജീവിതത്തിൽ ആദ്യം ലഭിക്കുന്നത്. അത് ദൈവസഭ പ്രാക്ടീസ് ചെയ്യട്ടെ. അവൻ അന്നുകൊണ്ട് സംസാരിച്ചു തുടങ്ങി. സംസാരിച്ചുകൊണ്ട് ദൈവസഭ വളരുവാൻ തുടങ്ങി. ശരിയായി സംസാരിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ, ദൈവത്താൽ സംസാരിക്കുമ്പോൾ സഭ വളർന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. നമുക്ക് കർത്താവിന് മഹത്വം കൊടുക്കാം. ഇവിടെ ഒരു അഗ്നിജ്വാലയാണ്, സ്വർഗീയ തീയാണ് അവരുടെ അധരങ്ങളിൽ വീണത്, അവരുടെ മേൽ വീണത്. തീ എന്താണ് കാണിക്കുന്നത്? തീക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. തീ ഒന്ന് വെളിച്ചമാണ്, ലൈറ്റാണ്. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യിരെമ്യാവ് 23:29 വായിക്കുന്നു, നിന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും ഇരിക്കും. തീക്ക് ഒന്ന് വെളിച്ചം തരിക, ഒന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ ആദ്യം പ്രവചനം ഭൂമിയിൽ വെളിച്ചം കൊണ്ടുവരിക. പ്രവചനത്തിന്റെ ആദ്യത്തെ മേഖലയാണ് തൊടുന്നത്. ഒരാൾ ദൈവവചനം ശരിയായ നിലയിൽ വെളിപ്പാട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് വെളിച്ചം വ്യാപരിക്കും. യെഹെസ്കേൽ അതാണ് സംഭവിച്ചത്. യെഹെസ്കേൽ 37
പ്രവാചകനോട് ദൈവം പറയും, അസ്ഥി താഴ്വരയിൽ കൊണ്ട് നിർത്തിയിട്ട് ആദ്യം പ്രവചനത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് 5-ാം വാക്യം നമ്മൾ വായിച്ചു. യെസ്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ആമേൻ. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ആമേൻ. അതിന്റെ 4-ാം വാക്യം എന്ന് വിശ്വസിക്കുന്നു. അവൻ എന്നോട് കൽപ്പിച്ചത്, യെസ്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്. ആദ്യം അതാണ് ചെയ്തത്. നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവരോട് പറയേണ്ടത്. ഉണങ്ങിയ അസ്ഥികളെ, നിങ്ങളുടെ അവസ്ഥ ഇതാണ്. ചിലര് കരുതുന്നത് അവസ്ഥകളെ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതല്ല പ്രവചനം. അവരെ ബോധ്യപ്പെടുത്തുകയാണ്. ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻ ഇതാണ്. നമ്മുടെ ചർച്ചിന്റെ ലോക്കൽ ചർച്ചുകളുടെ അവസ്ഥ ഇതാണ്. അസ്ഥികൾ പോലെ അസ്ഥിക്കൂട്ടങ്ങളായി നമ്മൾ താഴ്വരയിൽ ചിതറപ്പെട്ട് കിടക്കുകയാണ്. ഈ അവസ്ഥകളെ ബോധ്യമാക്കി കൊടുക്കുകയാണ്. പ്രവചനത്തിന് ആദ്യം വെളിച്ചം തരികയാണ്. ആമേൻ. അപ്പോൾ പ്രവചനത്തിനകത്ത് വെളിച്ചമാണ്. വചനത്തിനെ വെളിച്ചം നമ്മിലേക്ക് വരികയാണ്. നമ്മുടെ അവസ്ഥയെ ബോധ്യമാക്കി തരുന്ന പ്രവചനം നമ്മളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവപ്രവർത്തിക്കാൻ ഞാൻ സ്തുതിക്കുന്നു. നമ്മുടെ കുടുംബജീവിതത്തെ വേണ്ട വിധത്തിൽ ഒന്നായിട്ടല്ല നിൽക്കുന്നത്. ചർച്ച് വേണ്ട വിധത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന വണ്ണസ് ലോക്കൽ ചർച്ചുകളിൽ നമ്മുടെ അവസ്ഥ അറിഞ്ഞ് നമുക്ക് റിസീവ് ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ അവസ്ഥ ഇതാണല്ലോ. തമ്മിൽ ചിതറിയിരിക്കുകയാണ്, അകന്നിരിക്കുകയാണ്. പക്ഷെ കാഹളം ഊതുകയാണ്, നാം ഒന്നായിരിക്കണം. കർത്താവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയും പുരോഹിത പ്രാർത്ഥനയും ഇന്നും ആത്മലോകത്തിന് വെളിപ്പെടാനുള്ള വലിയ സത്യം യോഹന്നാൻ 17-ലാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. യോഹന്നാൻ 17:23 വാക്യം ആദ്യം വായിക്കും. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും ആമേൻ, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ. നാം ഒന്നാണ്. നമ്മുടെ ദൈവം എപ്പോഴും പിതാപുത്രൻ. നാം എന്ന വാക്കാണ് ബഹുവചനമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഒരിക്കലും ഡിവിഷൻ ഇല്ല. എപ്പോഴും ഒന്നാണ്. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടത്. അവരും ആര്? ദൈവം വിളിച്ചു വേർതിരിച്ച തന്റെ ശിഷ്യന്മാർ, തന്റെ മക്കൾ, ദൈവത്തിന്റെ സഭ. അവരും ഒന്നായിരിക്കണം, പലതായിരിക്കല്ലേ. ബന്ധം വിട്ട് അസ്ഥികളായി താഴ്വരയിൽ കിടക്കുകയല്ല, ഒന്നായിരിക്കണം. യേശുവിൻ നാമത്തിൽ ഈ ദൂത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പ്രവചിച്ചു, എന്റെ വീട് ക്രിസ്തുവിൽ ഒന്നായിരിക്കണം, എന്റെ ലോക്കൽ ചർച്ച് ക്രിസ്തുവിൽ ഒന്നായിരിക്കണം. ദൈവ പദ്ധതിയിൽ ദേശത്ത് എഴുന്നേൽപ്പിച്ച എല്ലാ ദൈവസഭകളും ക്രിസ്തുവിൽ ഒന്നായിരിക്കണം. ഡിവിഷൻസ് മാറട്ടെ, പല ഒപ്പീനിയൻ മാറട്ടെ, ചിന്താഗതികളും ദൈവത്തിനും ക്രിസ്തുവിനും അല്ലാത്ത എല്ലാ ആശയങ്ങളും എല്ലാം നീങ്ങിപ്പോട്ടെ. ഒന്ന് തന്നെ സംസാരിക്കാം. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അതാണ് നമ്മൾ അവിടെ കണ്ടത്. യെസ്, വായിക്കുന്നു. നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. യോഹന്നാൻ 17 യേശു ക്രിസ്തുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന നമ്മുടെ സഭയിൽ ധ്യാനിച്ചിട്ടുണ്ട് ചില സെഷനുകൾ. ഹല്ലേലൂയ. ഇന്ന് പകലും ഞങ്ങൾ വീണ്ടും ആത്മാവിൽ നിങ്ങളെ ഓർപ്പിച്ചുണർത്തുന്നു. ആ ദൂത് ഏറ്റെടുത്ത ആത്മാവിൽ പറ. ദൈവിക അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നുകൊണ്ടേയിരിക്കും. വിടുതലുകൾ ദേശത്ത് നടന്നുകൊണ്ടേയിരിക്കും. ഈ നാളുകളിൽ സംഭവിക്കേണ്ടത് വൺ ബോഡി, ഒരു ശരീരം, ക്രിസ്തുവിന്റെ സഭ ദേശത്ത് എഴുന്നേറ്റ് നിന്ന് പ്രവചിക്കട്ടെ. ഈ സിറ്റുവേഷനോട് പ്രവചിക്കാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ കഴിയുന്ന ഒരു ഗ്രൂപ്പേ ഉള്ളൂ ഈ ഭൂമിയിൽ. അത് ക്രിസ്തുവിന്റെ ശരീരമാണ്. ആമേൻ. എന്നാൽ സഭ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയെ നമുക്ക് ബോധ്യമാക്കി തരിക. അതാ പ്രവചനത്തിന്റെ ആദ്യത്തെ നേച്ചർ, സ്വഭാവം. നമ്മുടെ അവസ്ഥകളെ ഒന്ന് മനസ്സിലാക്കുമ്പോൾ നാം അതിനോട് മറുതിരിക്കാതെ വചനത്തിന് കീഴ്പ്പെട്ട് കർത്താവെ ഞങ്ങള് വേണ്ട വിധത്തിൽ ഒരു വണ്ണസിലോട്ട് ഒരുമേലോട്ട് എത്തിയിട്ടില്ല, എന്നാൽ ചിതറിയിരിക്കുന്ന പലതായിരിക്കുന്ന അനുഭവങ്ങളിൽ, അകന്നിരിക്കുന്ന അനുഭവങ്ങളിൽ ആത്മാവിൽ ഒന്നിച്ചു വരുവാൻ ഞങ്ങൾക്ക് ദൈവമേ ഈ പ്രവചനം ഏറ്റെടുത്ത് ഞങ്ങളതിനെ സമർപ്പിക്കുന്നു. അതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഈ സമയം ദൈവമക്കൾ പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. യോഹന്നാൻ 17 ഒരു വാക്യം കൂടെ വായിക്കാം. കർത്താവ് പിതാവിനോട് പ്രാർത്ഥിച്ച ഏറ്റവും ബൈബിളിലെ ആഴമുള്ള പ്രാർത്ഥന, ഇന്നേവരെ പലർക്കും ദൈവസഭയ്ക്ക് പോലും മനസ്സിലാകാത്ത ആഴമുള്ള പ്രാർത്ഥന. 17 യോഹന്നാൻ 17:21 വാക്യം. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ. യേശു ഭൂമിയിലേക്ക് പിതാവ് അയച്ചെന്ന് ലോകം വിശ്വസിക്കണമെങ്കിൽ അവരെല്ലാവരും ഒന്നാകേണ്ടതിന്. ആമേൻ.
നമ്മളെല്ലാം സുവിശേഷം പ്രസംഗിക്കുന്നു, വിശ്വാസത്തിന്റെ ദൂതുകൾ പറയുന്നു. പക്ഷേ നല്ല കാര്യം, അതെല്ലാം നടക്കട്ടെ. യേശു ക്രിസ്തു പിതാവിനാൽ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടു എന്ന് ലോകം വിശ്വസിക്കണമെങ്കിൽ നടക്കേണ്ട ആദ്യത്തെ കാര്യം നാം വായിച്ചു, നാം ഒന്നായിരിക്കണം. ആമേൻ. വായിക്കാമോ? വാക്യം എടുത്ത് വായിക്കാം. നീ എന്നെ അയച്ചിരിക്കുന്നെന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടത് തന്നെ. ഒരു ബോഡിയിലായിരിക്കുന്ന അനുഭവമാണ്. ഞാൻ ഓർപ്പിച്ചത് ഒത്തിരി തവണ ഓർപ്പിക്കുന്നതിന്റെ കാരണം ലോകത്തിന്റെ സിസ്റ്റമാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. സഭയിൽ വരുമ്പോ പള്ളിയായിട്ടോ ഓർഗനൈസേഷൻ ആയിട്ടോ ക്ലബായിട്ടോ ഒന്നും കാണൽ ഒരിക്കലും. ഇതൊരു സംഘടനയല്ല, ഇതൊരു റിയാലിറ്റിയാണ്. ഒന്നാകുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ധ്യാനിച്ചത്, പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് സ്ത്രീയോട് പറ്റിച്ചേരും, മേർജാകും, ഒരു ശരീരം, ഒരു ദേഹമായി തീരും. സഭയിൽ വരുമ്പോൾ നാം സഭയോട് ചേരുക എന്ന് വെച്ചാൽ യേശുവിന്റെ ശരീരത്തോട്. ഹല്ലേലൂയ. നിങ്ങൾ ഏതെങ്കിലും ആശയങ്ങളോടോ ഏതെങ്കിലും മതത്തോടോ അല്ല ചേരുന്നത്, യേശുവിന്റെ ശരീരത്തോട് ചേരുക. അതുകൊണ്ട് ഒന്നായി തീരുക. യൂണിറ്റിയേക്കാൾ നല്ല വാക്കാണ് സഭയിൽ പറഞ്ഞിട്ടുള്ളതാണ് വൺനെസ്. ഒരു ശരീരത്തിൽ കാലും കൈയും കണ്ണും മൂക്കും എല്ലാം ചേർന്ന് യോജിച്ചിരിക്കുന്ന അനുഭവത്തിൽ. അങ്ങനെ ദൈവസഭ ദേശത്ത് എഴുന്നേറ്റാൽ നിങ്ങൾ ഡയറിയിൽ എഴുതിയിട്ട് കൊള്ളുക, സാഹചര്യങ്ങളോടും ഇരുട്ടിനോടും പ്രവചിക്കുവാൻ, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത അതേ ദൈവത്തിന്റെ ശബ്ദം ദൈവസഭ ഏറ്റെടുത്തുകൊണ്ട് ഈ ഇരുണ്ട കാലഘട്ടത്തിൽ പ്രവചിക്കുന്ന ഒരു കൂട്ടം ദൈവത്തിന്റെ മക്കൾ എഴുന്നേൽക്കട്ടെ. എല്ലാ സ്ഥലങ്ങളിലും എഴുന്നേൽക്കട്ടെ. ആമേൻ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കർത്താവിന് ആമേൻ പറഞ്ഞാട്ടെ. ആ ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ആത്മാവിൽ റിസീവ് ചെയ്യുകയും നമ്മുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വന്ന് അത് വർക്കൗട്ട് ചെയ്യട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. കർത്താവിന്റെ പ്രാർത്ഥനയുടെ ആഴം അതായിരുന്നു കർത്താവിന്റെ തിരുഹിതം. ഹല്ലേലൂയ. നമ്മള് വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരുന്നു ഈ സമയം. ഗ്ലോറി ടു ഗോഡ്. സ്തോത്രം. ദൈവസഭയ്ക്ക് ആവശ്യം, ദൈവസഭയുടെ കെട്ടുപണിക്ക് ആവശ്യമായ പ്രവചനദൂതുമായി ദൈവത്തിന്റെ മക്കൾ നിൽക്കുക, ദൈവത്തിന്റെ ദാസന്മാർ. അതിനുവേണ്ടി ദൈവം നമുക്ക് സ്വർഗീയ അഗ്നി തരികയാണ്. നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് തീയാണ്, വെളിച്ചമാണ്. ആദ്യം അത് ലൈറ്റ് കാണിക്കുക, നമ്മുടെ അവസ്ഥയെ കാണിച്ചു മാത്രം തരികയാണോ? അടുത്ത വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, തീ എന്താണ്? തീക്ക് വെളിച്ചം തരിക മാത്രമല്ല, അടുത്ത പ്രധാന കാര്യം അത് ചിലത് കൺസ്യൂം ചെയ്യും, ചിലതിനെ ദഹിപ്പിക്കും. പ്രവചനം വേണ്ടാത്തതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും സഭയിൽ നിന്നും വേണ്ടാതെ കിടക്കുന്ന എല്ലാ എലമെന്റ്സുകളും ദഹിപ്പിച്ചു കളയും, കൺസ്യൂം ചെയ്യും. ഈ ദിവസങ്ങളിൽ ചിലത് എരിഞ്ഞു മാറണം. നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ എന്തുകൊണ്ട് ബ്രദറെ ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കാര്യങ്ങൾ അവരുടെ ഇവരുടെ അറിയുകയല്ല വേണ്ടത്. ഇത് അറിഞ്ഞ് ദൈവസഭകളെ സാത്താൻ വഞ്ചിക്കുന്നു. ഹല്ലേലൂയ. അവിടെ എങ്ങനെയുണ്ട്, ഇവിടെ എങ്ങനെയുണ്ട്. ഹല്ലേലൂയ. അറിവുകളാണ്, അറിവിന്റെ വർഷമാണത്, മരണം കൊണ്ടുവരും. നമുക്കതല്ല ആവശ്യം. തമ്മിൽ വരുമ്പോൾ കെട്ടിപ്പണിയുന്ന വചനങ്ങൾ പറ, യൂണിറ്റി ഉണ്ടാകുന്ന, ഒരുമയുണ്ടാകുന്ന ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ട വചനങ്ങൾ അന്യനും പറ, നിങ്ങളുടെ ഭവനത്തെ നോക്കി പറ. ഗ്ലോറി ടു ഗോഡ്. നമ്മുടെ അധരങ്ങൾ തീയായി മാറട്ടെ. വെളിച്ചം കൊണ്ടുവരുന്ന, രണ്ട്, വേണ്ടാത്ത, ദൈവത്തിനല്ലാത്ത, ദൈവകരമല്ലാത്ത നമ്മളിൽ കിടക്കുന്ന സകലതും ദഹിച്ചു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ കൺസ്യൂം ചെയ്യട്ടെ. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുന്നു. അപ്പോൾ ദൈവ വെളിച്ചം, നമുക്ക് വചനം വെളിച്ചം വരുന്നു. രണ്ട്, അത് ചിലതിനെ ദഹിപ്പിച്ചു കളയും. ഗ്ലോറി ടു ഗോഡ്. ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുകയാണ്. ഹല്ലേലൂയ. വചനമാണ് ഉളവാക്കുന്നത്. നമ്മളത് കാണുന്നു. സൃഷ്ടിക്കുന്നത് വചനമാണ്. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ പ്രവചനമാണ് ചിലത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും സഭയിലും ചിലത് സൃഷ്ടിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം കൊടുത്താൽ രക്ഷിക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രധാന ചില കാര്യങ്ങളോട് പറഞ്ഞു ഇന്നത്തെ സെഷൻ ഞാൻ ക്ലോസ് ചെയ്യും.
എങ്ങനെയാണ് നമ്മള് പ്രവചനത്തിന്റെ ശുശ്രൂഷ? പ്രവാചകന്മാർ എന്ന് പറയുന്ന ഒരു ഓഫീസുണ്ട്, ദൈവസഭയ്ക്കുണ്ട്. എന്നാൽ ദൈവസഭയിൽ എല്ലാവരും 1 കൊരിന്ത്യർ 14 വെളിപ്പാടിൽ വെച്ച് സകലരും പ്രവാചകന്മാരായിട്ടും ദൈവം അഭിഷേകം ചെയ്തിട്ടുണ്ട്. ആമേൻ. റോമാലേഖനം 10-ാം അധ്യായം, റോമൻസ് ചാപ്റ്റർ 10 വേദപുസ്തകത്തിലെ ഒരു ആത്മീയ ജീവിതം തുടങ്ങുന്ന കാര്യമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. റോമാലേഖനം 10-ന്റെ 9-ാം വാക്യം. ഒരാള് ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ നടക്കുന്ന ആദ്യത്തെ സംഭവം, പ്രധാന വിഷയം 1 കൊരിന്ത്യർ റോമാലേഖനം, ദയവായി ക്ഷമിക്കുക, റോമാലേഖനം 10-9. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, യേശുവിനെ കർത്താവെന്ന വായ് കൊണ്ട്, നമ്മുടെ വാ കൊണ്ട് ഏറ്റുപറയുക, കൺഫസ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നടക്കുന്ന ഒന്നുണ്ട്, ഹൃദയത്തിൽ നമ്മൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു. യേശുവാണ് എന്റെ കർത്താവ്, എന്റെ രക്ഷിതാവ്, എന്റെ നാഥൻ, എന്റെ എല്ലാം എന്ന് ആ വചനം വിശ്വസിച്ച് ഞാൻ ഹൃദയത്തിൽ ഏറ്റെടുക്കുമ്പോൾ, ഹൃദയത്തിൽ വിശ്വസിക്കുകയും രണ്ടാമത് വാ കൊണ്ട് അത് ഏറ്റുപറയുകയും ചെയ്തു. 2 അനുഗ്രഹം നമ്മളിൽ. ഒന്ന്, ക്രിസ്തു ഹൃദയത്തിൽ വരുന്നു. ഇതെല്ലാവർക്കും അറിയാം, നമ്മുടെ ഉള്ളിൽ യേശുവുണ്ട്. നല്ലൊരു സത്യം ഞാൻ പറയാം, യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നമ്മുടെ അധരങ്ങളിലും വരും. എത്രമാത്രം ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിലുണ്ടോ അത്രമാത്രം വാക്കായി നമ്മുടെ നാവിൽ നിന്ന് അത് പുറത്തു വരും. ഇപ്പൊ പ്രവാചകന്മാരും പ്രവാചികന്മാരും അറിയേണ്ട സത്യം, ക്രിസ്തു എത്രത്തോളം നമ്മിലുണ്ടോ, ക്രിസ്തുവിന്റെ വചനം ഉള്ളിലുണ്ടോ, അത്രമാത്രമേ നമുക്ക് പ്രവചിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് രണ്ടും ഒരുപോലെ നടക്കും. ചിലർ വിശ്വസിക്കുന്നുണ്ട്, ഒന്നും പറയുന്നില്ലെന്ന് പറഞ്ഞാൽ അതിനകത്ത് അർത്ഥമില്ല. ഒരാൾ ഹൃദയത്തിൽ യേശുവിനെ വിശ്വസിച്ചാൽ അവൻ ആളത്വമായി ഉള്ളിൽ വരികയും നിങ്ങളുടെ ആദരങ്ങളിൽ വെളിപ്പെടുകയും ചെയ്യും. മേളത്തെ വാക്യം അങ്ങനെ പറയുന്നു. 6 മുതലുള്ള വാക്യങ്ങൾ, പ്രത്യേകിച്ച് അതിന്റെ 2-ാം ഭാഗം തൊട്ട് നമ്മൾ വായിക്കുന്നു. 10-6 ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ പറ്റി നമ്മൾ ധ്യാനിക്കുകയാണ്. തുടർന്നുള്ള സമയങ്ങൾ, അധിക സമയം നമ്മൾ മുന്നോട്ട് പോകുന്നില്ല, നമ്മൾ അതിന് തുടക്കമിടുന്നു. ദൈവകൃപയിൽ എന്താണ് ദൈവവചനം? യോഹന്നാൻ 1 നമ്മള് വായിച്ചു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അടുത്ത മുഖാന്തരം, അവൻ മുഖാന്തരം സകലവും ഉളവായി. ആര് മുഖാന്തരം? വചനം. വചനമാരാണ്? യേശു ക്രിസ്തു, ജഡമായവൻ, ഭൂമിയിൽ വന്നവൻ. അവൻ മുഖാന്തരം സകലവും ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെയല്ല. അപ്പൊ എല്ലാം ഉളവാകുന്നത്, എല്ലാ കാര്യങ്ങൾക്കും മാറ്റം വരുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന കാര്യം അവനാണ്. അവൻ, ഹല്ലേലൂയ, വാക്ക് നിങ്ങൾ ക്ഷമിക്കുക, ക്രിസ്തുവാണ്. ആമേൻ, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അപ്പൊ ക്രിസ്തുവാണ് നമ്മുടെ ഉള്ളിൽ വന്ന, ജഡമെടുത്ത് ഭൂമിയിൽ വന്ന ക്രിസ്തുവാണ് വചനം. ആളത്വമായി അവൻ നമ്മിൽ ഇരിക്കുകയും തീർന്നില്ല. ഒരു ദൈവവചന ശുശ്രൂഷ തീർന്നില്ല, അവന്റെ ഉള്ളിൽ വന്നതുകൊണ്ട് തീർന്നില്ല. വാക്യം പറയുന്നു, ഇന്ന് ക്രിസ്തുവിനെ ആര് സ്വർഗത്തിൽ നിന്ന് പോയി ഇങ്ങോട്ട് ഇറക്കാൻ നിൽക്കണ്ട. പാതാളത്തിൽ നിന്ന് യേശുവിനെ കയറ്റാൻ പാതാളത്തിലോട്ടും പോകണ്ട. 9-ാം വാക്യം വളരെ പ്രധാനപ്പെട്ട പ്രവാചകന്മാർ, പ്രവാചികമാർ, ദൈവസഭ മനസ്സിലാക്കേണ്ട വളരെ ആധികാരികമായ വചനം. വചനം നിനക്ക് സമീപമായി. വചനം, യേശു ക്രിസ്തു നിനക്ക് സമീപമായി. നിന്റെ വായിലും, സ്വർഗത്തിലെ മാത്രം ഇരിക്കുകയല്ല, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. ദൈവസഭ മറക്കാതിരിക്കട്ടെ. എന്താണ് നിങ്ങളുടെ വായിലും ഹൃദയത്തിലും ഇരിക്കുന്നത്? ഹല്ലേലൂയ. ഇന്ന് ക്രിസ്തു നമ്മുടെ വായിലും നമ്മുടെ ഹൃദയത്തിലും ഇരിക്കുന്നു. രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ ഹൃദയത്തിൽ യേശുവിനെ വിശ്വസിച്ചു, വായു കൊണ്ട് ഏറ്റുപറയുന്നു. നമ്മുടെ ഹൃദയത്തിലും വായിലും മറക്കല്ലേ 2 അനുഗ്രഹം. ക്രിസ്തു ഇന്ന് നമ്മുടെ ഹൃദയത്തിലുണ്ട്, എല്ലാ മനുഷ്യന്റെ ഉള്ളിലിരിക്കുകയാണ്. അവിടെ മാത്രം ഇരുന്നാ പോരാ, എത്രമാത്രം ക്രിസ്തു ഉണ്ടോ അത് വായിൽ കൂടെ പുറത്തു വരും. വചനം നിനക്ക് സമീപമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ ദൈവവായുകൾ വാ തുറക്കുമ്പോൾ അശുദ്ധമായതും അധമമായതും അല്ല വരുന്നത്. വായു തുറക്കുമ്പോൾ ക്രിസ്തുവാണ് വരുന്നത്. ക്രിസ്തു പുറത്തു വന്നാൽ എന്തോ വരും? ക്രിസ്തു വെളിച്ചമാണ്, ക്രിസ്തു ജീവനാണ്, ക്രിസ്തു ഉളവാക്കുന്നവനാണ്.
ഈ ഭൂമി മുഴുവനും ദൈവത്തിന്റെ വാക്കിനാൽ വചനത്താൽ ഉളവായത് കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു. പത്രോസ് ലേഖനം എബ്രായർ 11:2 ഈ ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുവാൻ ഈ ലോകം ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. ഈ ലോകം മുഴുവനും ചന്ദ്രനും ഭൂമിയും ഗാലക്സിയും സമുദ്രവും ജീവജാലങ്ങളും ഇന്ന് നമ്മൾ ഈ കാണുന്ന സകലവും വിസിബിളായ സകലവും ഉളവായത് യേശു എന്ന വചനത്താലാണ്, യേശുവിനാലാണ്. കഴിഞ്ഞ ബിഗ് ബാങ് സയൻസ് എന്ന് വിളിച്ചു പറയുമ്പോൾ അതിന് മുമ്പ് ബൈബിൾ പറയുന്നു ഏറ്റവും വലിയ പൊട്ടിത്തെറി വചനത്തിന്റെ സ്ഫോടനമാണ്. ഈ വചനമാണ് ഇന്ന് ആവശ്യം. ഈ വചനമാണ് ഇന്ന് സഭയെ കെട്ടിപ്പണിയേണ്ടത്. അന്നത്തെ ആ വചനം ലോകം മുഴുവൻ സൃഷ്ടിച്ച വചനം ഇതുപോലെ മനോഹരമാക്കി തീർത്ത ദൈവത്തിന്റെ വചനം. ഓരോ സൃഷ്ടിയെ നോക്കുമ്പോഴും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഓരോന്നിന്റെ പിന്നിൽ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശ വിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകലിന് വാക്കുവഴിക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ദൈവശബ്ദത്താൽ ഫോമായ മനോഹരമായ ഇടയ്ക്ക് നമ്മൾ മനോഹരമായ ആകാശം നോക്കി ദൈവത്തെ സ്തുതിക്കുക. അതിന്റെ പിന്നിൽ ചലിച്ച ദൈവോദനം, ദൈവത്തിന്റെ കരം. സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടുവെന്ന് 1 കൊലോസ്യ ലേഖനം 1-ാം അധ്യായം പറയുന്നു. വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു. അവൻ സകലത്തിന്റെ ആധാരമായിരിക്കുന്നു. ആര്? ക്രിസ്തു. ഉപ്പില്ലാതെ ഒരു ഭക്ഷണവും കൊള്ളില്ല എന്ന് പറയുന്ന പോലെ ക്രിസ്തു ഇല്ലെങ്കിൽ ജീവിതം ഒന്നിനും കൊള്ളില്ല. നമ്മുടെ ജീവിതം എന്തെങ്കിലും അർത്ഥമാക്കുന്നത് ക്രിസ്തുവാണ്. ഫോം ചെയ്യുന്നത് ക്രിസ്തുവാണ്. കുടുംബം ഫോം ചെയ്യുന്നത് ക്രിസ്തുവാണ്. സഭ ഫോം ചെയ്യുന്നത് ക്രിസ്തുവാണ്. അവനായിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. എല്ലാത്തിന്റെ കണ്ടന്റ്, എല്ലാത്തിന്റെ പ്രധാന കാര്യം ക്രിസ്തുവാണ്. യേശു ഭൂമിയിൽ നിറയട്ടെ. ദൈവസഭ എഴുന്നേറ്റ് പറയാം, അവനാണ് മനോഹര വസ്തു, അവനാണ് ജീവൻ, അവനാണ് വെളിച്ചം, അവനാണ് പുനരുദ്ധാനം, അവനാണ് സൃഷ്ടിക്കുന്നത്, അവനാണ് വിളിച്ചു വരുത്തുന്നത്, അവനാണ് സൗഖ്യം. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ മക്കൾ മനസ്സിലാക്കുന്നതിന് സൗഖ്യം ദൈവം തരുന്നതെന്നല്ല, സൗഖ്യം യേശുവാണ്. ഹല്ലേലൂയ. അവന്റെ അടിപ്പിടലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ നാളുകളിൽ സഭയിൽ ശുശ്രൂഷക്കിടയിൽ പറഞ്ഞതുപോലെ അനേക മഹാരഥന്മാർ ജീവിക്കുകയും മൺമറയുകയും ചെയ്ത ഒരു ഭൂമിയാണ് നമ്മുടേത്, ലോകമാണ് നമ്മുടേത്. അവരൊക്കെ പറഞ്ഞ നല്ല കാര്യങ്ങളാണ്. കൺഫ്യൂഷ്യസ്, പ്ലേറ്റോ, സോക്രട്ടീസ്, ശ്രീനാരായണ ഗുരു, വിവേകാനന്ദൻ, അവരെയൊക്കെ നമുക്ക് സല്യൂട്ട് ചെയ്യാം. മഹത് വ്യക്തികളാണ്, നല്ല വ്യക്തികളാണ്. പക്ഷെ അവരുടെ കൂട്ട് ഒന്ന് പറഞ്ഞ ആളല്ല യേശു. യേശു പറഞ്ഞത് എല്ലാം ഞാനാണ്. ഐ ആം ദ ലൈറ്റ്, ഐ ആം ദ ലൈഫ്, ഐ ആം ദ വേ. ഞാനാണത്. യേശുവാണ് വെളിച്ചം, യേശുവാണ് ജീവൻ, യേശുവാണ് സകലവും. അവൻ മുഖാന്തരമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവൻ വചനമാണ്. ആ വചനം എന്റെയും നിങ്ങളുടെയും അധരങ്ങളിൽ തന്നിരിക്കുകയാണ്. അവൻ ഹൃദയത്തിൽ ഇരിക്കുകയാണ്. സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവ പൈതലേ അയ്യോ എന്ന് പറയുന്നവരല്ല നമ്മള്. ഇരുട്ടിലിരിക്കുന്ന, ഒന്നും കാണാൻ കഴിയാതിരിക്കുന്ന ആളുകളല്ല. വെളിച്ചം നമ്മുടെ മുമ്പിൽ വ്യാപരിക്കുകയാണ്. നീ പറയുമ്പോൾ ഇരുട്ട് വെളിച്ചമായി മാറും. നീ പറയുമ്പോൾ സാഹചര്യങ്ങൾ മാറും. സഭ പറയുമ്പോൾ, ഒന്നിച്ചു പറയുമ്പോൾ വൻമതിലുകൾ വീഴും, കോട്ടകൾ തകരും, പുതുത് സൃഷ്ടിക്കപ്പെടും. അനുഗ്രഹമായി പ്രവചിക്കുന്ന സഭ എഴുന്നേൽക്കട്ടെ. അപ്രവചനം ക്രിസ്തുവാണ്, ക്രിസ്തുവും സഭയുമാണ്. നമ്മുടെ അധരങ്ങളിൽ ഈ നാളുകളിൽ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നിന്റെ വായ് യഹോവയുടെ വായായിരിക്കും. യെരമ്യാവ് 15:21 നമുക്ക് ഏറ്റെടുക്കാം. നല്ല രാമീൻ പറഞ്ഞാട്ടെ. പ്രവചിക്കുന്ന നാവുകൾ, പ്രവാചകന്മാർ, പ്രവാചകിമാർ യേശുവിൻ നാമത്തിൽ ഇന്ന് പകലും ദൈവസഭയിൽ നിറയട്ടെ. അല്ലാത്ത ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് തന്ന അനുഗ്രഹം, നമ്മുടെ അവയവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ അവയവം ഈ അധരമാണ്. ഇതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് നല്ലൊരു മനോഹര ഗാനം, ആനന്ദഗാനം, മനോഹര ലേഖനം ചമയ്ക്കുവാൻ കഴിയും. പൈസ കൊണ്ടല്ല, സൗന്ദര്യം കൊണ്ടല്ല, വിദ്യാഭ്യാസം കൊണ്ടല്ല. ഇതുകൊണ്ടൊന്നും നമുക്ക് മനോഹരമാക്കാൻ കഴിയത്തില്ല. ഇതിനൊക്കെ വേണം. പക്ഷെ മനോഹരമാക്കാൻ കഴിയുന്നത് നമ്മുടെ പ്രവചിക്കുന്ന നാവാണ്. ദൈവത്തിന്റെ നാവായിരിക്കുക. നാവിൽ നിന്ന് ക്രിസ്തു പുറത്തു വരട്ടെ. വചനം നിന്റെ അധരത്തിലുണ്ട്. ഇന്ന് സ്വർഗത്തിൽ പോയി എടുക്കാൻ നിൽക്കണ്ട.
അതരത്തിലുണ്ട്. വാ കൊണ്ട് പറയുമ്പോൾ സംഭവിക്കും. ജീവനും മരണവും നിന്റെ നാവിന്റെ മേലുണ്ട്. ഒന്നുകിൽ നരകത്തീക്ക് നാവിനുമായി കണക്ട് ആകുന്നു. നമ്മുടെ അനേക മനുഷ്യരുടെ നാവുകൾ നരകവുമായി കണക്ട് ചെയ്ത് ശപിക്കുന്ന, വിധിക്കുന്ന, നശിപ്പിക്കുന്ന ഭൂമിയിൽ ചെയ്തെടുക്കുകയാണ്. അതിന്റെ നടുവിൽ ദൈവസഭ മുഴുവനും സൃഷ്ടിക്കുന്ന, യഥാസ്ഥാനപ്പെടുത്തുന്ന, മനോഹരമാക്കുന്ന, സൗഖ്യമാക്കുന്ന, വിശുദ്ധീകരിക്കുന്ന, അനുഗ്രഹിക്കുന്ന ക്രിസ്തുവാകുന്ന വചനം പരിശുദ്ധാത്മാവിന്റെ തീയിൽ നമ്മുടെ നാവ് കണക്റ്റായി ലോകത്തിൽ പ്രവചിക്കട്ടെ. യേശുവിൻ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രവചിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. റാംഷി മന സബൽക്കമനാധിയാന്തന. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതവും ദൈവരാജ്യ നിർമ്മാണത്തിന്റെ 6ാം സെഷൻ തന്റെ ജനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേലെല്ലാം ഒരു അഗ്നി പടരട്ടെ. വെറും അഗ്നിയല്ല, സ്വർഗീയ അഗ്നി, ഹെവൻലി ഫയർ. കർത്താവേ, അത് വീണവരാണ് ഇന്ന് പ്രഭാതം ഇത് കേൾക്കുന്ന ഓരോ മക്കളും. എന്നാൽ അവരുടെ മേലെ അത് കത്തിപ്പടരട്ടെ. അവരുടെ ഉള്ളിൽ അഗ്നിയായിരുന്നാൽ പോരാ, അത് നാവുകളിൽ കൂടെ ദൈവശബ്ദമായി പുറത്തു വരട്ടെ. ഇപ്പോഴത്തെ എല്ലാ സിറ്റുവേഷനും അവരുടെ പേഴ്സണൽ ലൈഫ്, ശൂന്യതകളുടെ നടുവിൽ, കുടുംബജീവിതത്തിൽ, സഭകളിൽ ക്രിസ്തുവാകുന്ന വചനത്തെ അവര് കൽപ്പിക്കട്ടെ, വിളിച്ചു വരുത്തട്ടെ. കർത്താവേ, ഈ തന്റെ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട എല്ലാവരുടെ പേരും കേരളത്തിൽ, നോർത്ത് ഇന്ത്യയിൽ, എല്ലാ വൻകരകളിൽ, ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളിൽ നിന്ന് ഇന്ന് പകൽ ഈ പ്രവചന സന്ദേശം ഗ്രഹിക്കുന്ന എല്ലാവരുടെ പേരും സ്വർഗീയ അഗ്നി കത്തിപ്പടർന്ന് ദൈവസഭ എഴുന്നേറ്റ് നിന്ന് ദേശത്തോട്, പ്രകൃതിയോട്, സാഹചര്യങ്ങളോട് കൽപ്പിക്കുന്ന അധികാരമുള്ള ദൈവസഭകൾ യേശുവിൻ നാമത്തിൽ എഴുന്നേൽക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അത് ചെയ്തിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. God bless you all. ദാവീദ് പോലെന്നും നൃത്തം ഞാൻ ചെയ്തു. ഹല്ലേലൂയാ മഹത്വം. കൈത്താളത്താരെന്നും വർണ്ണിച്ചിടും. ഹല്ലേലൂയാ മഹത്വം. ദാവീദ് പോലെന്നും നൃത്തം ഞാൻ ചെയ്തു. ഹല്ലേലൂയാ മഹത്വം. കൈത്താളത്താരെന്നും വർണ്ണിച്ചിടും. ഹല്ലേലൂയാ മഹത്വം. സ്വർഗീയ തീയാലെന്നെ മുറ്റും നിറച്ചിടും. രാജാവിനെന്നും മഹത്വം. സ്വർഗീയ തീയാലെന്നെ മുറ്റും നിറച്ചിടും. രാജാവിനെന്നും മഹത്വം.
തീയാൽ